ലാ യുഗ്നി ഹദറും മിൻ ഖദർ എന്ന് പഠിപ്പിച്ച പുണ്യനബി തന്നെ പറയാൻ, ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ, ഖലായിനെ മറികടക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇനി തിരിച്ചു വരൂ മറ്റേ ഹദീസിലേക്ക് തന്നെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നിട്ട് പറയാൻ, പുണ്യനബി തങ്ങൾ പറഞ്ഞതായി, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് സൂക്ഷിച്ചതുകൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ ബാധിച്ചിരിക്കുന്ന പരീക്ഷണങ്ങൾ ഉയർന്നു പോകാനും വന്നിട്ടില്ലാത്തതിനെ തടഞ്ഞു വെക്കാനും ദുആ കൊണ്ട് കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട മുത്തുമണികളെ പോലെയുള്ള ചില ഹദീസുകളാണ് നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നത്. എന്റെ വക ഞാനൊന്നും പറയുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കും. അല്ലേ, ദുആ കൊണ്ട് പോലും കാട്ടിക്കൂട്ടുന്ന കാല. നാട്യങ്ങളില്ലാത്ത വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനകൾ പോലും കാട്ടിക്കൂട്ടലുകളാവുക, അതുപോലും സമൂഹത്തിനും സമുദായത്തിനും നേരെ പ്രയോഗിക്കുന്ന കാലമാവുക. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. പറയുങ്ങൾ അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. അതുപോലും പരസ്പര വിദ്വേഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന കാലമാവുക. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട കാലമാണിത്. ഞാൻ ആരെയും ആക്ഷേപിക്കുകയാണ് എന്ന് തോന്നരുത്. ആക്ഷേപമെന്റെ വഴിയേ അല്ല, ആക്ഷേപമെന്റെ വഴിയേ അല്ല. മഹാനായ മൂസ അലൈഹിസ്സലാമിനെതിരായി ദുആ ചെയ്ത ഒരാളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ബൽഗമ ബാഗൂറ എന്ന് പറയുന്ന പണ്ഡിതനായിരുന്നു അയാൾ എന്ന് ഖുർആൻ തന്നെ, ഖുർആനിന്റെ മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. പടച്ച റബ്ബേ അല്ലാഹുവേ, ദുആയെ നിന്റെ ഉമ്മത്തിനും നിന്റെ പുത്തുനബിയുടെ ഉമ്മത്തിനും സമുദായത്തിനും ദീനിനും ഒക്കെ ഗുണപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മുസ്ലിങ്ങൾ പരസ്പരം വിരോധത്തിന്റെ പേരിൽ പരസ്പരം എതിരായി ദുആ ചെയ്യുന്ന ഒരു കാലം, വിശ്വാസത്തിൽ മങ്ങലേറ്റുപോയ കാലമാണത്. വിശ്വാസത്തിൽ മങ്ങലേറ്റുപോകുന്ന കാലം. ദ്വാരക്കേണ്ടത് എങ്ങനെ, അത് പിന്നെ പറയണ്ടേ. നമ്മൾ ദ്വാ പല രീതിയിലും ദുആ ചെയ്യാം, അല്ലേ? നിസ്കാരത്തിൽ നമ്മൾ ദ്വാരക്കൽ എങ്ങനെ? നിസ്കാരത്തിലെ ദുആ എവിടെയല്ലേ? നിസ്കാരത്തിലെ ദുആ എവിടെയല്ലേ? തഹയ്യാത്ത് എവിടെയാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ, സൗദിയിലില്ലേ? ഫ്ലൈറ്റ് കയറി വന്നപ്പോ പോയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റഫ്തു വമാ അലൻതു. അത്തഹിയ്യാത്തിന്റെ അവസാന ഭാഗത്താണ് ദുആ. ആ ദുആ നമ്മൾ ദ്വാരക്കണത് എങ്ങനെ? അതിന്റെ മുമ്പ് നമ്മൾ പറയണേ, നിങ്ങൾ മിണ്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ, എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണത് അങ്ങനെ പറഞ്ഞ പോലെ. പിന്നെ ഇബ്രാഹിമിന്റെ പേരൂടെ എന്തിനാ പറയണേ? അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, നിസ്കരിക്കുന്ന ഓരോ മുസ്ലിമും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താ? മനുഷ്യ ചരിത്രത്തിൽ നിന്ന് കഴിഞ്ഞുപോയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് പറയുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ്. തെഞ്ഞില്ല. എന്താ നിസ്കാരം പഠിപ്പിക്കണ പാഠം? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ജീവിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരുടെ പേര് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നിസ്കാരത്തിൽ പോലും അങ്ങനെയുള്ള രണ്ട് മഹാന്മാരുടെ പേര് പറഞ്ഞാൻ. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റഫ്തു വമാ അലൻതു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയ പാഠങ്ങളുണ്ട്. അതിൽ ദുആ ചെയ്യേണ്ടതിന്റെ കുറെ മര്യാദകളും രീതികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ദുആ പോലും മനുഷ്യൻ പരസ്പരം വിദ്വേഷത്തിനായി മുസ്ലിം ഉപയോഗപ്പെടുത്തുക, ദുആ ചെയ്യുന്നത് പോലും കളിയാക്കാനാവുക, ദുആ ചെയ്യുന്നത് പോലും പരസ്പരം കുത്തിവേദനിപ്പിക്കാനാവുക. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വന്നുപെട്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ ഉയർന്നു പോകാനും വരാനിരിക്കുന്നത് തടഞ്ഞു വെക്കാനും ദുആ നല്ലതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഇന്നൽ ബലാഅ ലയൻസിൽ, അല്ലാഹുവിന്റെ പരീക്ഷണം ഒരു ആൾക്ക് നേരെ എങ്ങനെ വരാൻ, ഒരു അടിമക്ക് നേരെ അല്ലാഹുവിന്റെ പരീക്ഷണം അങ്ങനെ വരുന്നുണ്ട്. നാളെ രാവിലെയാകുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് ക്യാൻസറിന്റെ രോഗാണു കടന്നു കയറാനുള്ള സമയം അള്ളാഹു എന്നോ തീരുമാനിച്ച സമയമായിട്ടുണ്ട്. നാളെ രാവിലെ സുബഹി നിസ്കരിച്ച് ഇയാൾ പല്ലു തേച്ച് കട്ടൻ ചായ കുടിച്ച് കടി കഴിക്കുന്ന സമയത്താണ് ക്യാൻസറിന്റെ രോഗാണു ഇയാളുടെ ശരീരത്തിലേക്ക് കയറാൻ അള്ളാഹു തീരുമാനിച്ചു. അങ്ങനല്ലേ? 10 കൊല്ലം 8 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുക.
ആ സമയമാണ്. അതാണ് ഇന്നൽ ബലാ അലയൻസിൽ, അല്ലാഹു നിശ്ചയിച്ച പരീക്ഷണം ഇയാളോട് അടുത്തു വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇയാൾ ദ്വാരക്കണത്, പഠിച്ചോനെ മാരകമായ ക്യാൻസർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദ്വായുടെ സദസ്സിൽ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദ്വാ ചെയ്തത്. അള്ളാന്റെ ഹബീബ് പറയാണ്, അപ്പൊ ഈ ദ്വായും ഈ പരീക്ഷണവും തമ്മിൽ മൽപിടുത്തം നടത്തും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിശ്ചയിച്ച ഈ പരീക്ഷണം നിശ്ചയിച്ച മനുഷ്യനിലേക്ക് ആ പരീക്ഷണം വരില്ല. ദുആ അതിനെ മൽപിടുത്തം നടത്തി തള്ളിക്കളയും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പ്രധാനമാണ് പ്രാർത്ഥന, അത്രമേൽ പ്രധാനമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാൻ, ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആഉ വലാ യസീദു ഫിൽ ഉംരി വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു. ദുആ കൊണ്ട് ഖലാ തട്ടി നീങ്ങുന്നതാണ്. ഒരാൾ നന്മ ധാരാളം ചെയ്താൽ അയാൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നീ ശ്രദ്ധിച്ചോളൂ, ദ്വാരക്കണം എങ്ങനെ ദ്വാരക്കണ്ടി? ഒന്ന് രണ്ട് കാര്യം അത് സംബന്ധമായി. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മറ്റൊരു ഹദീസിന്റെ മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ നസലത ബിഹി ഫാഖ, ഒരാൾക്കൊരു പ്രയാസോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ എന്തെങ്കിലുമൊക്കെ ഒരാൾക്കുണ്ടായി, ഫഅൻസലഹാ ബിന്നാസ്, എന്നിട്ട് അത് ജനങ്ങളിൽ അയാൾ ഇറക്കി വെച്ചു. എന്നാൽ ലം തുസദ്ദ ഫാഖതു, അയാളുടെ ആ പ്രയാസമോ ദാരിദ്ര്യമോ ഒരിക്കലും തീരൂല. വമൻ നസലത ബിഹി ഫാഖ, ഒരാൾക്ക് ദാരിദ്ര്യമോ പ്രയാസമോ ഉണ്ടായി, ഫഅൻസലഹാ ബില്ലാഹ്, അത് തന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരാൾ ഇറക്കി വെച്ചാൽ, ഫയൂഷിക്കുല്ലാഹു ലഹു ബിറിസ്ഖിൻ ആജിലിൻ ഔ ആജിൽ, ഒന്നുകിൽ അതിന് അള്ളാഹു ദുനിയാവിൽ തന്നെ പരിഹാരം കൊടുക്കും, ദുനിയാവിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇരട്ടി മധുരമായി അള്ളാഹു മഹ്ശറയിൽ അയാൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളട്ടോ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറഞ്ഞു, ദഅവതു ദിന്നൂൻ, ദിന്നൂനിന്റെ പ്രാർത്ഥന പുണ്യനബി എടുത്തു പറയാണ്. ദിന്നൂൻ ആരാണ്? മഹാനായ യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് അലൈഹിസ്സലാം അകപ്പെട്ട് കിടക്കെ. നിങ്ങൾ ആരെങ്കിലും കുടുംബക്കാരോ സുഹൃത്തുക്കളോ ജയിലിലുണ്ടെങ്കിൽ അള്ളാന്റെ പരീക്ഷണാണ്, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓലെടുത്ത് പോകുമ്പോ എന്താ പറയേണ്ടി അറിയോ? സാരല്ലടാ, 2 കൊല്ലം കഴിഞ്ഞാൽ പൊതുമാപ്പ് പെടുന്നു പറഞ്ഞതിന്റെ പുറമെ അതിനേക്കാളും മുമ്പ് നിങ്ങൾ പറയേണ്ട ഒരു വാക്കാണ്. ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖാമ ഉറൂബായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവരോടാ ഞാൻ ഈ പറയുന്നത്. ഇഖാമ ഉറൂബായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവരോട്, കഫീലുമാർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ അവരോട്, മാരകമായ രോഗങ്ങൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഭയപ്പെടുത്തിയിട്ടുണ്ടോ അവരോട്. എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്ത്, യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായിരുന്ന സമയം ദുആ ചെയ്ത ആ ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലൻ മുസ്ലിമൻ, മുസ്ലിമായ ഏതൊരു മനുഷ്യനും ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തു, ഫീ ഷൈഇൻ, അയാളെ ബാധിച്ച ഏതു കാര്യത്തിൽ ദുആ ചെയ്താലും, ഖത്തു ഇല്ലസ്തജാബ ലഹ്, അല്ലാഹു ആ ദുആക്ക് ഉത്തരം കൊടുത്തിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ഒരു ഉസ്താദ് എത്രയോ ദ്വാ സമ്മേളനത്തിൽ ഉസ്താമാരെ ചെലവിച്ച് ദ്വാരുന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഞമ്മക്ക് അതിന് വിചാരം തരാം, എപ്പോ ദ്വാരുന്ന അവിടുന്ന് പോണതിന് മുമ്പ് കിട്ടണമെന്നാണ്, ഇപ്പൊ തന്നെ കിട്ടണമെന്നാണ്. അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകിയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നീ കേട്ടോളൂ, മറ്റൊന്ന് ഇമാം തുർമുദി ഉദ്ധരിച്ച മറ്റൊരു ഹദീസാണ്. അൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് പരീക്ഷണത്തിൽ ദുആ ചെയ്യാൻ പറ്റാവുന്ന ചില ദിക്റുകളും ദുആകളും ഒരുപാടുണ്ട്, ഞാൻ 2-3 പറയാം. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി, സമിഅ റജുലൻ യഖൂൽ, ഒരാൾ പറയുന്നത് കേട്ടു. റസൂൽ ഒരു വഴിക്കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് ദ്വാരക്ക, എന്താ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ
ദുആ ചെയ്യുന്നത്. ഫഖാല, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിൽഇസ്മില്ലദീ ഇദാ സുഇല ബിഹി യഅതാ. അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് തരുന്ന നാമം ഉച്ചരിച്ചാണല്ലോ നിങ്ങൾ ദുആ ചെയ്തത്. എന്താണ് പറഞ്ഞത്? ബിഅന്നക അൻതല്ലാഹുൽ അഹദുസ് സമദുല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഏതിന്റെ ഭാഗാ? ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ഭാഗമാണത്. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പോലും, ഓതിയിട്ട് ദുആ ചെയ്താൽ പോലും ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ കേട്ടോളൂ എന്ന് അബൂമഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ദഅ ബിഹാ ഉലൈൽ കലിമാത്ത്, ഞാൻ ഇനി പറയുന്ന വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്താൽ, അൽ ഖംസ്, ഞാൻ ഇനി പറയുന്ന 5 വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ, ലം യസ്അലില്ലാഹ ശൈഅൻ ഇല്ലാ അതാ, എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പറയുന്ന 5 ദിക്റുകൾ ചൊല്ലി ഒരാൾ ദുആ ചെയ്താൽ, ഇല്ലാ അതാ, എന്ത് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുന്നു. വിശ്വാസം ഉണ്ടാവും? ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് നിങ്ങളൊന്നും എനിക്ക് പ്രതിഫലം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അവർ പ്രബോധനം തുടർന്നത്. നമ്മുടെ ഈ പരിപാടിയുടെ ആത്യന്തികമായ ലക്ഷ്യം നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന വളരെ പ്രഗത്ഭമായൊരു വിഷയം നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഞാനിത് സംസാരിക്കുന്നത് വിശ്വാസം ആയത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയാണ് ആ വിഷയം സംസാരിക്കുക എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തും. വേദിയിൽപ്പെട്ടതായ ഇസ്ലാമിക് സെന്ററിന്റെ സമുന്നതരായ ഭാരവാഹികൾ പലരും ഇവിടെയുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ പേര് ഓർക്കുന്നതിൽ എന്തോ ഒരു സോഫ്റ്റ്വെയറിൽ എന്തോ ഒരു തകരാറ് ഉണ്ടോ, അത് എന്റെ കുഴപ്പമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു വിഷയങ്ങളൊക്കെ ചിലപ്പം പ്രാമുഖ്യം കൊടുക്കുന്നത് കൊണ്ടാവും ചിലപ്പോൾ ആ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കാത്തത് ഉണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷെ അത് വളരെ പ്രധാന. കണ്ണിത്തുസ്താദ് പഠിപ്പിച്ചത് അതെന്റെ വീക്ക്നെസ്സാണ്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവരുടെ ഖബറിടം വെളിച്ചമാക്കട്ടെ, ആ മഹാന്റെ സന്നിധിയിൽ ഒരാൾ കയറി വന്നാൽ ചോദിക്കുക, എന്താ പേരെന്ന്? വാപ്പാന്റെ പേരെന്താ? ഞാനിങ്ങനെ കുറെ ആലോചിച്ചു, അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ്? അപ്പോൾ എനിക്ക് മനസ്സിലായത് ആ മഹാന്മാരൊക്കെ പുണ്യനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയതാണ്. ഞാൻ ഈയിടെ ഒരു ഹദീത്ത് കണ്ടു. കുറെ കാലമായി ഞാൻ ആ ഹദീത്തിനെ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈയിടെ എന്റെ ശ്രദ്ധയിൽ ഒരു ഹദീത്ത് പെട്ടു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരാളെ കണ്ടാൽ ആദ്യം അയാളുടെ പേര് ചോദിക്കണം, പിന്നെ വാപ്പാന്റെ പേര് വയ്ക്കണം. ദാൽഹുദായിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദുകളോട് ദുആ ചെയ്യിപ്പിക്കാൻ പോയി. ഒരു 13-14 വയസ്സേ ഉള്ളൂ. ഞാൻ കയറി ചെന്നപ്പോൾ കൊച്ചുകുട്ടിയാ എന്നോട് ചോദിച്ചു, എന്താ പേര്? പിന്നെ ചോദിച്ചു, വാപ്പാന്റെ പേരെന്താ? ഞാൻ വിചാരിച്ചു, വാപ്പാന്റെ ചേരി ഇത്ര പോലെ മനുഷ്യന്മാരെ വാപ്പാന്റെ പേര് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചിട്ട് ഓർമ്മ ഉണ്ടാവോ എന്ന് ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിൽ ചിന്തിച്ചതാണ്. പക്ഷേ അത് പുണ്യനബിയുടെ സുന്നത്താണ് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അത് മനസ്സിലാക്കാൻ ഒരുപാട് കാലം എനിക്ക് താമസിച്ചു പോയി എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമായി ഞാൻ മനസ്സിലാക്കുകയാണ്. അതിൽ ക്ഷമിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമിക് സെന്ററിന്റെ സമുന്നതരായ ഭാരവാഹികൾ ഇപ്പോൾ ഇവിടെ ഉള്ളവരും നാട്ടിലേക്ക് പോയവരും ഒന്നും മറക്കാൻ കഴിയില്ല ആ കൂടി ഇസ്ലാമിക് സെന്ററിൽ. ഒരു പിടിപാടുമില്ലാത്ത കാലഘട്ടത്തിൽ അതിന് ഒരു പിടിപാടുണ്ടാക്കി തന്നു എന്നൊക്കെ പറയില്ലേ, ആ വലിയ കൃത്യം ചെയ്തവരാണ്. അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യും. ആൽക്കൂടി ഇസ്ലാമിക് സെന്റർ ജിദ്ദ കമ്മിറ്റിയുടെ ട്രഷറർ, നിങ്ങൾക്കിടയിലെ സജീവ പ്രവർത്തകനായ, എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ആദരണീയരായ അബ്ദുൽ നാസറിന്റെ പ്രിയ സഹോദരൻ അബ്ദുൽ നാസർ സാഹിബ് ഒളവട്ടൂർ ഒരുപാട് വർഷങ്ങളായി എന്നോട് ഇതിനിവിടെ കമ്മിറ്റി വേണം, പ്രവർത്തകർ വേണം, പ്രവർത്തനം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറുള്ള എന്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ബഷീർ കുറ്റിക്കടവ് സ്വാഗത ഭാഷണം നടത്തിയ, സത്യത്തിൽ ഈ കമ്മിറ്റി ഇവിടെ ഉണ്ടായത് ചീത്ത പറഞ്ഞിട്ട് എന്ന് തന്നെ പറയാം. ഒരുപാട് കാലമായി ഞാൻ എപ്പോഴും മക്കത്തും മദീനത്തൊക്കെ വന്നു പോകാറുണ്ട്. അള്ളാഹു അനുഗ്രഹം നിലനിർത്തി തരട്ടെ നമുക്കൊക്കെ. നിങ്ങളെ വലിയ സൗഭാഗ്യം കിട്ടിയവരെ, വിചാരിക്കുമ്പോൾ പോകാൻ പറ്റുന്നവരെ. അപ്പോൾ ഇവരെപ്പോഴും നാട്ടുകാർ പറയുമ്പോൾ ഒരു കമ്മിറ്റി വേണം, നമുക്ക് പ്രവർത്തനം
സജീവമാക്കണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അങ്ങനെ മടിച്ചു നിൽക്കല. ഈ ഗൾഫുകാർ കമ്മിറ്റി കൊണ്ട് ഇടങ്ങാറായ മനുഷ്യന്മാരാണ്. പ്രവാസികൾ ഒരുപാട് കമ്മിറ്റി കൊണ്ട് ബുദ്ധിമുട്ടായ ആളുകളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും ഒരു ഭാരം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് കരുതിയാണ് ഞാൻ അതിൽ നിന്ന് മാറുന്നത്. പക്ഷേ 10 വർഷം മുമ്പ് ഈ നാട്ടിൽ വരുമ്പോ അന്ന് ദുആ ചെയ്യാൻ ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഇനി ആവശ്യത്തിന് ഇങ്ങോട്ട് വരാതിരിക്കാൻ ഞങ്ങൾ ദ്വാരക്കണം. അൽഹംദുലില്ലാഹ് അല്ലാഹു 10 കൊല്ലം ആ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്ത് പടച്ചറവ് പിടിച്ചു നിർത്തി. ഇപ്പോൾ ചില ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, പക്ഷെ ആവശ്യം പറയാനൊന്നുമല്ല നിങ്ങളെ വിളിച്ചു ചോദിച്ചത്, അത് റബ്ബ് സാധിപ്പിച്ചു തരും എന്നതിന് ഇന്നലെ തന്നെ എന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റബ്ബ് അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുകയാണ്, ഒന്നുമല്ല. നിങ്ങൾ ചില വിഷയങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം വിളിച്ചു ചേർത്തതാണ്. അപ്പോ നാട്ടിലേക്ക് വിളിച്ചിട്ട് നോക്കട്ടെ, ഞാൻ വന്നതായി നിങ്ങൾ കൂട്ടണം. ഓലെ പരിപാടിന്ന് ഇവിടുന്ന് പലരും വിളിച്ച് തിരക്കാക്കി ഇറങ്ങി പോകുന്നതാണ്. മമ്മൂട്ടി സാഹിബിനോട് പറയാതെ ഞാൻ പോകുന്നത്. ശരിക്കും ഇവരോട് പറഞ്ഞേ പോരാ, പറഞ്ഞാൽ സമ്മതിക്കൂലെന്ന് എത്തിയിട്ട് പേടിച്ചിട്ട് ബാക്കിലൂടെ ഓടി പോകുന്നത്. അപ്പൊ അതിൽ ക്ഷമ ചോദിക്കുകയാണ്. അള്ളാഹു എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. 1200 വളണ്ടിയേഴ്സിനെ തയ്യാർ ചെയ്ത് ഏത് പ്രതിസന്ധിയും നേരിടാൻ നിങ്ങൾ തയ്യാറാവണം എന്നവരോട് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി നിങ്ങളോടൊക്കെ ദുആ ചെയ്യിപ്പിക്കാൻ. ഒരു പ്രതിസന്ധിയും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഹജ്ജിലും കാണാനുള്ള വിധി അല്ലാഹു വരുത്താതിരിക്കട്ടെ. കഴിഞ്ഞ വർഷത്തെ ദുരന്തം നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അവിടെ വെച്ച് ഓർമ്മപ്പെടുത്തിയപ്പോഴും കഴിഞ്ഞ വർഷത്തെ ആ പ്രയാസങ്ങൾ കൽബിലൂടെ കടന്നുപോയത്. ഞാൻ പറയുന്നത്, വിളിച്ച് നാട്ടിലേക്ക് പറഞ്ഞു, ഇനി മൂപ്പരോട് ഇങ്ങോട്ട് വരണ്ടിയൊന്നും വരൂല കമ്മിറ്റി ഉണ്ടാക്കാൻ, ഇവിടുന്നൊക്കെ ഞങ്ങൾ പെട്ടിയും കിതാബെടുത്ത് നാട്ടിലേക്ക് പോരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞേക്ക് എന്ന സ്വരം ശരിയല്ല എന്ന് തോന്നിയപ്പോ എനിക്ക് തോന്നി, ഈ സ്ഥാപനത്തോട് സഹകരിക്കണം എന്ന് നാട്ടുകാർക്കും പരിസരത്തുള്ളവർക്കും തോന്നുമ്പോൾ നമ്മളിവിടെ തടഞ്ഞു നിർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബ് തിരിച്ചുവിടുമ്പോൾ ആ ഖൽബുകൾ മറയിടുന്ന ഏറ്റവും വലിയ കുറ്റവാളിയാകും ഞാനെന്ന് തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഓമിന്റെ മുമ്പ് ഉംറയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത്. പ്രവർത്തനം ഞാൻ ആദ്യം തന്നെ ദഅവത്താണ്. ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത്, വിശ്വാസത്തെക്കുറിച്ചായിക്കോട്ടെ സംസാരം. നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ചു നേരം പറയും, നാളെ നിങ്ങളൊക്കെ ഡ്യൂട്ടിയുള്ള ആളുകളാണ് എന്നറിയാം. പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് സഫർ മാസമാകുമ്പോൾ സൗദി അറേബ്യയിലൂടെ ഒരു പര്യടനം നടത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ എന്നോട് ചോദിച്ചു, ഇതൊക്കെ അവസാനിച്ച് പ്രതിസന്ധി വന്നപ്പോഴാണോ നിങ്ങൾ പര്യടനം നടത്തുന്നത്? അതെ, നിങ്ങളോടൊന്നും പണം തരണം എന്ന് നിർബന്ധിച്ചു പറയാനല്ല, നിങ്ങളുടെ വേദനകൾ കാണാൻ. വേദനിക്കുന്ന പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്കിടയിൽ ഇരുന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം ഉണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ നല്ല കാലത്ത് നമുക്ക് ആവശ്യങ്ങളുള്ളപ്പോൾ വരാതിരുന്നതും പ്രയാസം അനുഭവിക്കുന്ന സമയം നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വരാൻ തീരുമാനിക്കുകയും ചെയ്തത്. ബാക്കി കാര്യങ്ങൾ അല്ലാഹുവിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ആരോടും പിടിച്ചു വാങ്ങുകയോ കൊത്തിപ്പറിച്ചെടുക്കുകയോ നിർബന്ധിപ്പിച്ച് അങ്ങനെ ഒരു പിരിവെടുക്കുകയോ ഇതൊന്നും ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതുവരെ ആ സ്ഥാപനം എത്തിയത് അങ്ങനെ ഒരു നിർബന്ധവും ആരോടും കാണിക്കാതെയാണ്. റബ്ബിൽ ഏൽപ്പിച്ചതാണ്. ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്ന ചില മഹാന്മാരിൽ ഒരാളായിരുന്നു ഊർക്കട ഉസ്താദ്. ആ പരിസരത്തുള്ള ആളുകൾക്കറിയാമല്ലോ. ആ മഹാനവരകളുടെ വാക്കിന് എത്രയോ വാക്കുകൾ പുലർന്നു കണ്ടവരാണ് ആ നാട്ടുകാർ. ആ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചോളി, ഇത് അത്യുന്നതമായ സ്ഥാനത്തേക്ക് എത്തും എന്ന വാക്ക് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. കീശേരി ഉസ്താദിന്റെ അടുത്ത് ഞങ്ങൾ പോയ സമയം, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ സമയം ഞങ്ങൾ പോയി ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങൾ ഇങ്ങനെ വേദന പറഞ്ഞു, എന്തിനാ ഞങ്ങൾ വേദാറാവണ്, നിങ്ങളിപ്പോ തുടങ്ങിയിട്ടല്ലോ, ഒക്കെ റാഹത്താവും എന്നാ മഹാന്റെ വാക്കും ഞാൻ ഓർത്തു പോവുകയാണ്. കീശേരി ഉസ്താദിന്റെ അടുത്ത് ദുആ ചെയ്യിപ്പിക്കാൻ പോയപ്പോ പറഞ്ഞു, ക്യാമ്പസിൽ ഒരു പള്ളി പൊങ്ങട്ടെ, അപ്പൊ സ്ഥാപനം ഉയരും. ഞങ്ങൾക്കതൊന്നും തിരിഞ്ഞിട്ടില്ല, അന്ന് ക്യാമ്പസിൽ പള്ളിയൊന്നുമില്ല. പള്ളി വരട്ടെ, പള്ളി വരട്ടെ, പള്ളി വരട്ടെ എന്നിങ്ങനെ പറയുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെയാണത് കഴിഞ്ഞൊരു 5-6 മാസം കഴിയുമ്പോഴാണ് ഒരു അറബി സഹോദരൻ ഒരു പള്ളി നൽകാമെന്ന് പറഞ്ഞ് ആ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞത്, ഒക്കെ നമ്മൾ മരിക്കണതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വലിയ പേരെടുത്ത് മരിക്കാം. എനിക്കിപ്പോ തന്നെ നിങ്ങൾ ഈ മെമ്മന്റോ നൽകിയത്
നിങ്ങൾ സന്തോഷിപ്പിക്കാൻ ചെയ്തതാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇത് പൊളിഞ്ഞു. എന്റെ നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ എന്ന്. ഞാനിതിന് അവകാശപ്പെട്ടവനല്ല, ഒന്നും ചെയ്തില്ല. ചെയ്യാത്തൊരാൾക്ക് നിങ്ങൾ അങ്ങനെയല്ല, ജിദ്ദയിൽ വന്നു എന്ന ഒരു നാട്ടുകാരൻ അതിഥി എന്ന നിലക്ക് ഓർമ്മിക്കാൻ തന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു ഞാൻ. നിങ്ങൾ ചെയ്തൊരു നന്മയെ ഞാൻ അതിനെ മോശമായി കാണുകയല്ല, പക്ഷെ ഞാൻ അതിന് അർഹനല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം സംസാരിച്ചു പിരിയും. അവസാനം ഞാൻ കുറച്ച് ഒരു 10 മിനിറ്റ് സ്ഥാപനം എന്താണ് ഒന്ന് പരിചയപ്പെടുത്തും. പിരിക്കുമോ എന്ന് ചോദിച്ചാൽ പിരിക്കോ? നിങ്ങൾ ഉണ്ടാത്തെ പിരിക്കോ? ഇല്ല. അവസാനം സ്വലാത്ത് കഴിഞ്ഞാലും പിരിക്കൂല. പിരിക്കാതെ പിരിഞ്ഞു പോവാം. ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ, ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ കമ്മിറ്റിയുടെ ഉപഹാരമായി നിങ്ങൾക്കൊരു വിജ്ഞാന സദസ്സ് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നമ്മളതിന് പകരം നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. ഈ കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രവർത്തനം, ഇൻഷാ അല്ലാഹ് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം പലരും നടത്തുന്നുണ്ട്, ദീനി പ്രവർത്തനം. അതിനിടയിൽ ഈ കമ്മിറ്റിയും ചെറിയ ചെറിയ വിളിയൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോഴും വരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം, നിങ്ങൾ എല്ലാവരും ഒന്ന് സ്വലാത്ത് ഇല്ലേ, ദുആക്ക് ഒരു ഗുണം കിട്ടും. നമ്മളെ ഖൽബിനൊരു നനവാണ് സ്വലാത്ത്. മാത്രമല്ല, ഇത് പുണ്യനബി എത്ര ഖൽബിലുണ്ടോ അത്ര ആഴത്തിലേക്ക് വിഷയം ഇങ്ങനെ ഇറങ്ങിപ്പോകും. അതാണ് ഉൾക്കൊള്ളുക എന്നതാണല്ലോ പ്രാധാന്യം. മാത്രമല്ല, നിങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു കഴിവോ ആകർഷിച്ചിരുത്താനുള്ള ഒരു ഭാഷാ ശൈലിയോ ഒന്നും ഇല്ലാത്തൊരു സാധുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉപകാരപ്പെടുന്ന സദസ്സാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യും. അല്പനേരം വിഷയം സംസാരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമയം കൊണ്ട് പിരിയും. പിന്നെ സാധാരണ സമയം വേണ്ടി പിരിക്കാനാണ്. കാരണം ഇത് ഈ പഴയ എഞ്ചിൻ മാതിരിയാ പിരിക്കാനാണ്. പഴയ മഹീന്ദ്രന്റെ ഒക്കെ ജീപ്പ് ഉണ്ടല്ലേ, നിങ്ങൾ 8 മണിക്ക് പോയാണെങ്കിൽ 7 മണിക്ക് കയറിയിട്ട് എന്താവും? പഴയ കാലത്തെ ഡ്രൈവർമാർ സ്റ്റാർട്ടാക്കിയിട്ട് എഞ്ചിൻ ചൂടാവാൻ. ഇത് പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുവരെ അവസാനിക്കാത്ത വരുന്നാ പോവാം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഈ വിഷയം വിശ്വാസം വിശാല. അപ്പൊ ഞാനത് പറയുന്നത് വിശ്വാസികളായ നമ്മെ പരിഗണിച്ചുകൊണ്ടാണ്. അമുസ്ലിങ്ങളായ ആളുകളല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗങ്ങളിൽ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത് പൂർണ്ണമാണോ അല്ലേ എന്നൊരു ചെറിയൊരു ചർച്ച നമ്മൾ നടത്തുകയാണ്. അത് നമ്മൾ ചെയ്യണത്. നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അതാണ്. 5 നേരവും നിസ്കരിക്കുന്ന, മാത്രമല്ല ചില പ്രയാസങ്ങളൊക്കെ തോന്നുമ്പോൾ പരിശുദ്ധമായ കഅബയിലേക്ക് ഉംറ ചെയ്യാൻ യാത്ര ചെയ്യുന്ന, വേദനകൾ ഉണ്ടാകുമ്പോൾ മദീന മുനവ്വറയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന മുസ്ലിങ്ങളായ വിശ്വാസികളായ എന്റെ സഹോദരങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ഈ വിഷയം ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ലോകത്ത് കടന്നു വന്ന 1,24,000 വരുന്ന പ്രവാചകന്മാരും വന്നത് വിശ്വാസം ശരിപ്പെടുത്താനാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പേ കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന വചനമാണ്. വിശ്വാസത്തിന്റെ അടിത്തറയാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് വിശ്വാസത്തിന്റെ അടിത്തറയാണ്. അതിന്റെ ആദ്യ ഭാഗമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതാണ് ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ പ്രവാചകന്മാരും വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന വിശ്വാസം ശരിപ്പെടുത്താനാണ്. ആ വിശ്വാസമില്ലാത്തവരിലേക്ക് വിശ്വാസം കൈമാറാൻ,
വിശ്വാസമുള്ളവരിൽ ആ വിശ്വാസം രൂപപ്പെടുത്താനും ദൃഢപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമാണ് പ്രവാചകന്മാരെ കടന്നു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഒരു 100ഓളം ഗ്രന്ഥങ്ങൾ, 100ഓളം ഏടുകൾ ഇറക്കിയിട്ടുണ്ട്. ആ ഏടുകളുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്, വിശ്വാസം ശരിപ്പെടുത്തലാണ്. 4 പ്രധാനമായ ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 4 പ്രധാനമായ ഗ്രന്ഥങ്ങളും ഇറക്കിയതിന്റെ ലക്ഷ്യമെന്താണ്? വിശ്വാസം ശരിപ്പെടുത്തലാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതത്തിലെ 13 കൊല്ലവും അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തത് വിശ്വാസത്തെക്കുറിച്ച് മാത്രം പറയുകയായിരുന്നു. അതുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് മദീനയിലാണ്. അതേപോലെ ജക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നത് മദീനയിലാണ്. ഹജ്ജ് നിർബന്ധമാക്കപ്പെടുന്നത് മദീനയിലാണ്. പല നിയമങ്ങളും അല്ലാഹു അവതരിപ്പിക്കുന്നത് മദീനയിലാണ്. എന്നാൽ മക്കയിൽ അല്ലാഹുവിന്റെ ഹബീബ് 13 കൊല്ലവും സംസാരിച്ചത്, ഖുർആനിന്റെ ആയത്തുകൾ നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരുന്നത് ആളുകളുടെ വിശ്വാസം ശരിപ്പെടുത്താനാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഇമ്പമുള്ള സ്വലാത്ത് ഖൽബിന്റെ അകത്തുനിന്ന് ഇങ്ങനെ വന്ന നല്ല രസമുണ്ടാവും. നമ്മൾ ഇരിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ നല്ലൊരു ചുങ്കുണ്ടാവും. അതാണ് ചുങ്ക്, അതാണ് ഇതിന്റെ ഇന്ധനം. മനസ്സിലായില്ലേ? മൈക്കിൽ നിങ്ങൾ കുറെ ശബ്ദം കൂട്ടിയ മൈക്കിന്റെ ഒച്ച അങ്ങനെ കൂടുന്നുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ കൂടും, എന്റെ ഒച്ചയും കൂടുന്നല്ലാതെ ഖൽബിലേക്ക് ഇറങ്ങിക്കിട്ടണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചില പ്രധാന കാര്യങ്ങൾ പറയാം, അതിലേക്ക് വേഗം പോകട്ടോ, വേഗം പോകും. എന്തിനു വെച്ചാല് ഞാൻ ജിദ്ദയിലാണ് പ്രസംഗിക്കുന്നത്, എന്റെ പ്രവാസികളായ സഹോദരങ്ങൾക്കിടയിലാണ്, ഒരുപാട് വേദനകൾക്കിടയിലാണ് എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പറയണം, സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചാണല്ലോ പറയേണ്ടത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രധാനമായും 5 സ്തംഭങ്ങളിലാണ് പരിശുദ്ധമായ ഇസ്ലാം നിലനിൽക്കുന്നത്. അതിൽ ഒന്നാമത്തേത് വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലെ വിശ്വാസമാണ്, ഈമാനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ എന്ന് പല സ്ഥലങ്ങളിലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ആമിനൂ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രമേയം ഇന്നത്തത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ വിശ്വസിക്കൂ. പിന്നെ എന്തിനാ അല്ലാഹു പറയുന്നത്? ആ വാക്ക് വൃഥാവിലാണ് എന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എന്താണത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആമിനൂ നിങ്ങളുടെ വിശ്വാസം ശരിപ്പെടുത്തണേ, ദൃഢപ്പെടുത്തണേ. നാട്യങ്ങളില്ലാത്ത വിശ്വാസമാകണേ, കാണിക്കലില്ലാത്ത വിശ്വാസമാകണേ, ഖൽബിൽ ദൃഢമാകണേ. ഒരുപാട് സൂചനകളുണ്ട് അതിലേക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, വിശ്വസിച്ചവരോട് എന്തിനാണ് അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞത്? വിശ്വാസം ദൃഢപ്പെടുത്തണേ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുകയാണ്. സ്വഹാബികളോട് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളതാ വിദൂരതയിൽ നിന്ന് കടന്നു വരുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അയാളെ ശ്രദ്ധിക്കുന്നു. സ്വഹാബികൾ ഇരിക്കുന്ന സദസ്സിന്റെ പിന്നിൽ വന്നുകൊണ്ട് അയാൾ സലാം ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലുന്നു. പുണ്യനബിയും സദസ്സുമാ സലാം മടക്കുകയാണ്. അയാൾ നേരെ സദസ്സിലൂടെ കടന്നു വരാനുള്ള അനുവാദം ചോദിക്കുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം കൊടുക്കുന്നു. ആള് നേരെ കടന്നു വന്നുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, റസൂലുള്ളാഹിന്റെ മുട്ടിനോട് തന്റെ മുട്ട് ചേർത്തിരിക്കുകയാണ്. വബദഅ കഫൈഹി അലാ ഫഖദൈ, തന്റെ 2 കൈകളും റസൂലുള്ളാഹിന്റെ കാലിന്റെ തുടകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ തുടകളിൽ അടിച്ചുകൊണ്ട് ഇയാൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സ്വഹാബികൾ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാൾക്കും ഇയാളെ പരിചയമില്ല. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാളും ഇയാളെ അറിയുന്നവരില്ല. ഇതിനു മുമ്പ് കണ്ട പരിചയമില്ല. എന്നാൽ ഒരു വഴിയാത്രക്കാരനെന്ന് തോന്നുന്നുമില്ല. കാരണം വഴിയാത്രക്കാരന്റെ യാതൊരു അടയാളവും അയാളുടെ ശരീരത്തിലില്ല, വസ്ത്രത്തിലില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് അയാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മഹാനായ നബിയേ, യാ റസൂലല്ലാഹ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയും അങ്ങയുടെ പ്രവാചകന്മാരും എല്ലാവരും വന്നത് വിശ്വാസം ദൃഢപ്പെടുത്താനാണല്ലോ. എന്താണ് ഈമാൻ? എന്താണ് ഈമാൻ എന്ന് എനിക്ക് പറഞ്ഞു തരാമോ? എന്താണ് നബിയെ വിശ്വാസം? എന്തിനാ ഞാൻ വിശ്വസിക്കേണ്ടത് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ച ഇസ്ലാമിക വിശ്വാസ ആദർശങ്ങൾ അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബ് ആഗതനായ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അൻ തുഅ്മിന ബില്ലാഹി, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വ മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. വ കുതുബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. വ റസൂലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളിലും വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, ഈ ലോകം അവസാനിക്കാനുള്ള ഒരു ദിവസമുണ്ട് എന്നും നീ വിശ്വസിക്കലാണ്. വൽ ഖദർ ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്നും നീ വിശ്വസിക്കലാണെന്ന് 6 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമതായി പറഞ്ഞത് അൻ തുഅ്മിന ബില്ലാഹി, നീ അല്ലാഹുവിനോട് വിശ്വസിക്കലാണ്. അള്ളാഹുവിനോട് നീ വിശ്വസിക്കലാണ്. അവൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മിണ്ടാത്തില്ലേ? അപ്പൊ ഞാനത് പറയണ്ടെന്നർത്ഥം. അത് ഞാൻ പറഞ്ഞു, ഈ വിഷയം വലിയ വിശാലാണ്. ഇസ്ലാം ഉൾക്കൊള്ളാത്തൊരു സമൂഹത്തിന് മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ അൻ തുഅ്മിന ബില്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ ഒരാൾ മാത്രമാണ് എന്ന അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിൽ എങ്ങനെ വിശ്വസിക്കണമൊക്കെ വിശാലമായ ചർച്ചയാണ്. അല്ലാഹുവിൽ നീ വിശ്വസിക്കണം. വ മലായികതി, അല്ലാഹുവിന്റെ മലക്കുകളിലും നിങ്ങൾ വിശ്വസിക്കണം. റൂഹ് പിടിക്കണതാരാ? നിങ്ങളെ ഉണ്ടില്ല. ആരാ മരിപ്പിക്കണതാരാ? എന്തെങ്കിലും ഉണ്ടാക്കുക? ആരാ മരിപ്പിക്കണേ? റൂഹ് പിടിക്കണ ആരാ? മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുക, മരിപ്പിക്കണത് അല്ലാഹു. അപ്പം റൂഹ് പിടിക്കാൻ അല്ലാഹ്ക്ക് കഴിയാത്തോണ്ടാ? എന്താണ്? വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തുഅ്മിന ബില്ലാഹി വ മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിലും നീ വിശ്വസിക്കേണ്ടതാണ്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, നിങ്ങൾക്ക് വസ്വാസാക്കി ഞാൻ പോയിട്ട് കാര്യമില്ല. ഞാൻ സംസാരിക്കേണ്ട ഭാഗത്തേക്ക് വന്നാൽ പിന്നെ ഈ വസ്വാസങ്ങൾ കൽബിലുണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ എന്തോന്നറിയില്ല. ഞാൻ ഇങ്ങോട്ട് മദീനത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ എന്റെ ഹാജിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിനോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് വലിയൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിരുന്നു ഹജ്ജിന് പോണതിന് മുമ്പാന്നാണ്. എന്നുവെച്ചെന്താ, എന്നോട് ഞാൻ നന്മയും തിന്മയായിട്ട് കാര്യമൊക്കെ അല്ലല്ലേ തീരുമാനിക്കണേ അല്ലേ, പിന്നെ ഞമ്മക്ക് എന്താ റോളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ജിദ്ദയിൽ പോവാണ്, അതിരേ നിങ്ങൾ വിശ്വസിച്ചമാതിരി എന്നെ വിശ്വസിക്കുക ഞാൻ കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞുതരാം. അവിചാരിതമാണോ എന്നെനിക്ക് തോന്നുന്നു. എന്നോട് പറയാൻ അറഫയിലേക്ക് പോകാൻ നിൽക്കുകയില്ലേ? എന്റെ കൽബിലുള്ള ഒരു സംശയം ഞാൻ തീർത്തിട്ട് വേണ്ടേ പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു 5-10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാം, ഞാൻ വരും, എന്റെ വണ്ടി കാത്തിക്കുണ്ട്, എത്തിയിട്ടില്ലെങ്കിൽ എന്റെ നാട്ടുകാരെന്നെ ഒഴിവാക്കും. വേറെ നാട്ടിൽ വയലിന് പോയിട്ടില്ലെങ്കിൽ ഒരു ദേഷ്യം പിടിച്ച് ചിലപ്പോൾ 4 മെസ്സേജൊക്കെ ആക്കും, എന്താടാ നമുക്കെന്നൊക്കെ ചിലപ്പോൾ വിളിച്ചു ചോദിച്ചെന്ന് വരും. നാട്ടുകാരമ്മ നാട്ടിൽ കയറാൻ സമ്മതിക്കൂല പോന്നാ ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഭൂമിയിൽ പടച്ച റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള സ്വഭാവം, അല്ലാഹു സൃഷ്ടികളോട് ഒരു കാര്യത്തിലും നേരെ ബന്ധപ്പെടുകയില്ല എന്നതാണ്. നിങ്ങൾ ആലോചിക്കണേ, അല്ലാഹുവിന് നമ്മൾ ചെയ്യുന്ന സുജൂദ് പോലും നേരെ അല്ലാഹ്ക്കല്ല. പിന്നെ കേട്ടാ നിങ്ങൾ എങ്ങോട്ട് ഇരിഞ്ഞിട്ടാ നിസ്കരിക്കല്? കഅബക്ക്. കഅബ എന്താണ്? കഅബന്റെ ഉള്ളിൽ അല്ലാഹ് ഇരിക്കുന്നുണ്ടോ? കഅബന്റെ ഉള്ളിൽ അല്ലാഹ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? നിങ്ങളെന്താ മിണ്ടാത്തെ? നിങ്ങൾക്ക് ഉണ്ടോ സംശയം? തോന്നുന്നു ഇല്ല. പിന്നെ കഅബ അല്ലാഹുവിന്റെ ഒരു ഭവനാ. ഭവൻ എന്ന് പറഞ്ഞാൽ കഅബ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കഅബ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് നേരെയാണ് മനുഷ്യൻ സുജൂദ് ചെയ്യേണ്ടത്. കഅബയുടെ മുമ്പിലുള്ള ആൾ പോലും കഅബക്ക് നേരെ തിരിഞ്ഞാണ് സുജൂദ് ചെയ്യുന്നത്. കഅബ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ചെയ്യുന്ന സുജൂദ് റബ്ബിനാ. പക്ഷെ അല്ലാഹ് നേരെ അല്ല സ്വീകരിക്കുന്നത്, ഇലൈഹി വസീല. അത് ഈ ഭൂമിയിൽ മനുഷ്യരുമായി അല്ലാഹു ഇടപെടുന്ന ഒരു സ്വഭാവമാണത്. അത് അള്ളാന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് റൂഹ് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് തിരക്കായതുകൊണ്ടാണ് വാണിജ്യമന്ത്രിയെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ മാതിരി അള്ളാഹ്ക്ക് വലിയ തിരക്കായതുകൊണ്ട് ഇസ്രായേൽ ഏൽപ്പിച്ചെന്നല്ല. അള്ളാന്റെ സ്വഭാവം അതാണ്. ഭൂമിയിൽ റബ്ബ് നേരെ അടിമകളുമായി ഇടപെടുന്നില്ല.
അല്ലാഹു സ്വീകരിച്ചൊരു സ്വഭാവം അതായതുകൊണ്ടാണ്. ഞങ്ങളോട് ചോദിച്ചാൽ ആരാ മരിപ്പിക്കണത്? നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ അല്ലേ? നിങ്ങൾ പറഞ്ഞത് അല്ലാഹു മരിപ്പിക്കുന്നു. അല്ല പറഞ്ഞു കുല്യത്തവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്നത് മലക്കുൽ മൗത്താണ്. കുല്യത്തവഫാക്കും മലക്കുൽ മൗതില്ലദീ വക്കില ബിക്കും, നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുൽ മൗത്താണ് നിങ്ങളുടെ ഊഹ് പിടിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരികയാണ്. പണ്ടങ്ങള് ഒരുപാട് പഠിക്കാണ്ട് തിരിഞ്ഞില്ലേ, പിന്നെ ഇവിടെ വാട്സപ്പ് കളിക്കാൻ സമയം. മുസ്ലിം ഉമ്മത്തിന് ഇവിടെ വാട്സപ്പിൽ കളിക്കാൻ സമയം. പഠിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാറേ എന്നാ ഞാൻ ബാക്കി പഠിച്ചിട്ട് പറഞ്ഞുതരാം അറിഞ്ഞോട്. ബാക്കി ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് അല്ലാഹുവിന്റെ സ്വഭാവം അങ്ങനെ. മലക്കുകളുടെ വിശ്വാസം വളരെ വിശാലമായി നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. മരിപ്പിക്കുന്നത് അസ്രായീൽ അലൈഹിസ്സലാം, മഴ പെയ്യിപ്പിക്കുന്നത് ഇവിടെ അസ്രായീല, മീകാഈൽ അലൈഹിസ്സലാം. അത്യാവശ്യം മലക്കുകളെ കുറിച്ചുള്ള അറിയേണ്ട വിശ്വസിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട്. അതന്നെ വിശ്വാസം. അല്ലാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. 4 ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഏതാളോടും ചോദിച്ചാൽ പറഞ്ഞുതരും. അത് നമ്മുടെ നാട്ടില് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതേപോലെ നമ്മുടെ മഹാന്മാരായ സയ്യിദുമാരും സാദാത്തുക്കളും ഉണ്ടായതിന്റെ ഗുണാണ്. 7 വയസ്സായ കുട്ടിയെ കുറിച്ചിട്ട് അല്ലാഹു എത്ര ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ടെന്ന് ഓനും പറഞ്ഞുതരും. 4 ഏതൊക്കെയാണ്? തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും. പൊന്നുമോളോട് നിങ്ങൾ ചോദിക്കുകയാണ്, മോളെ അതിലേറ്റവും ശ്രേഷ്ഠമേതാണ്? ആ പൊന്നുമോൾ പറയും നമ്മുടെ നബിയുടെ മേൽ. അങ്ങനെ തന്നെ ആ ലഫ്ള് എഴുതി പഠിപ്പിച്ചത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനാണ്. അപ്പൊ അതിലും നമുക്ക് വിശ്വാസം ഉണ്ടാവും, പറയണ്ട. കുതുബിഹി വറസുലിഹി, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധകരായി 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എല്ലാരും പേരൊന്നും നമുക്ക് അറിഞ്ഞോളുന്നില്ല. മൊത്തത്തിൽ അങ്ങനെ വിശ്വസിക്കണം. ആ വിശ്വാസവും നമുക്കുണ്ട്. എന്തിനാ നിങ്ങള് ഞാൻ വേമേം പോണ്, നമുക്ക് വേം മറ്റേ സ്ഥലത്തേക്ക് എത്താൻ എഴുതിയിട്ടാ ബൈപ്പാസിലൂടെ കയറാം. തിരക്കുണ്ട് എന്നറിഞ്ഞപ്പോ ബൈപ്പാസിലൂടെ കയറുകയാണ്. ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിനം വരാനുണ്ട് എന്നതിലും നിങ്ങൾ വിശ്വസിക്കലാണ്. അതിപ്പോ എല്ലാവർക്കും ഉറപ്പാ. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങളെക്കാളും ഉറപ്പാർക്കാ. ആ മുസ്ലിങ്ങൾക്കാ. ഓല് പറഞ്ഞു ചിലപ്പോ 2025 സംഭവിക്കാം. വേറെ ചില ആളുകൾ പറഞ്ഞതില്ല, 2050 സംഭവിക്കാൻ സാധ്യത. വേറെ ചില ആളുകൾ പറഞ്ഞു ഇല്ല, ഭൂമിയെ പിടിച്ചു നിന്നാൽ തന്നെ ഈ പ്രപഞ്ചം 200 കൊല്ലത്തിന് മീതേക്ക് പോകില്ല എന്ന് ചിലർ വിളിച്ചു പറയുന്നു. ഇവരൊന്നും മുസ്ലിങ്ങളല്ല. ലോകം അവസാനിക്കുക എന്നത് നമ്മൾ അടിയുറച്ചു പണ്ടേ വിശ്വസിച്ചതാണ്. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, ഈ മുഹമ്മദ് എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാ നിങ്ങളോട് അവൻ വാഗ്ദത്തം ചെയ്യുന്നത് എന്ന്. അന്ന് ഈ ആകാശം തകരുമെന്ന്, ഭൂമി 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 തലകീഴ്മേൽ മറയുമെന്ന്. യൗമ തമൂറുസ് സമാഉ മൗറാ, ആകാശം ആടിക്കളിക്കുമെന്ന്. ഖാഫിദത്തുർ റാഫിയ, ഭൂമി താഴേക്കും മേലേക്കും ആടിക്കളിക്കുമെന്ന്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഉൾഭാഗത്തുള്ള സാധനങ്ങളെ പുറത്തേക്ക് തള്ളുമെന്ന്. മാത്രമല്ല ഇദശംസു കുവിറത് വഇദൽ കവാകിബു തദറത് വജമിഅ അശ്ശംസു വൽ ഖമർ. പല ആയത്തും പല സ്ഥലത്തുനിന്ന് ഓതിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ ആകാശം പൊട്ടിപ്പൊളിഞ്ഞു വീഴും, സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരും. ഇതെല്ലാം പറഞ്ഞപ്പോ എന്ത് വിഡ്ഢിത്തമാ മുഹമ്മദ് പറഞ്ഞത് എന്ന് പറഞ്ഞവരുടെ പിൻഗാമികളാ പറയുന്നത് ലോകം നശിക്കാൻ പോകുന്നുവെന്ന്. നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ലോകം തകരും. എന്നാൽ ഈമാനിന്റെ 6ാമത്തെ കാര്യം എന്താണ്? വൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കലാണ്. സൗദി അറേബ്യയിൽ മാന്ദ്യം ഉണ്ടായത് ആരാണ് ഇതിന്റെ കാരണക്കാരൻ? നിങ്ങൾ മിണ്ടുന്നില്ല. ആരാ ഇതിന്റെ കാരണക്കാരൻ? നിങ്ങൾ പറയും, പേടിക്കൊന്നും വേണ്ട, പറഞ്ഞോളൂ. ആരാണ് ഇതിന്റെ കാരണക്കാരൻ? അല്ലാഹുവാൻ.
ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് വിശ്വസിക്കലാണ്. നിന്റെ ജീവിതത്തിൽ നന്മ വന്നാലും തിന്മ വന്നാലും, നിന്നെ വേദനിപ്പിക്കുന്ന കാര്യമുണ്ടായാലും സന്തോഷിപ്പിക്കുന്ന കാര്യമുണ്ടായാലും മിനല്ലാഹ്, അതെന്റെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് വിശ്വസിച്ച് ആ വിശ്വാസം ദൃഢപ്പെടുത്തലാണ് മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെയാണ് അസ്മാഉൽ ഹുസ്ന ചെല്ലാറില്ല നമ്മൾ. അസ്മാഉൽ ഹുസ്നയിലുള്ള ഒരു പേര് എന്താ? യാ റാഫിഉ യാ അല്ലാഹ്, ഉയർത്തുന്നവൻ അല്ലാഹുവാൻ, ഉയർത്തുന്നവൻ അല്ലാഹുവാൻ. അതേപോലെ മറ്റൊരു നാമമുണ്ട് അല്ലാഹുവിന്, യാ ഖാഫിദു, താഴ്ത്തുന്നവനും അല്ലാഹുവാൻ. മനസ്സിലാക്കണേ, അവൻ എന്നെ കെടിവെച്ചതാണ്. നോ, നീ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ വൈകല്യം വന്നു പോയിട്ടുണ്ട്. ഉസ്താദേ, എന്റെ കടയ്ക്ക് വേണ്ടി, കട പുതുതായി നിർമ്മിക്കുമ്പോൾ കടയുടെ പണിക്ക് വേണ്ടി ഞാൻ കീറി നോക്കുമ്പോഴാണ് അതിനു വേണ്ടി തറക്ക് വേണ്ടി ഞാൻ കുഴിയെടുത്തപ്പോഴാണ് ആ കുഴിയിൽ നിന്ന് ഒരു തകിടും മുടിയും ആണിയും ഇരുമ്പുമൊക്കെ കിട്ടിയത്. അതുകൊണ്ട് ആരോ എനിക്ക് കെണിവെച്ചതാണ്. എന്റെ വിശ്വാസം ശരിയായിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഖാഫിദുല്ലാഹുവാണ്, റാഫി അല്ലാഹുവാണ്. ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും അല്ലാഹുവാണ്. ഒരാളെ അത്യുന്നതമായ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് റബ്ബാണ്. ആ ആളെ തന്നെ അല്ലാഹു താഴ്ത്തുകയും ചെയ്തേക്കാം. എന്തിന്? അല്ലാഹു പരീക്ഷണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് നീ വിശ്വസിക്കണേ എന്ന് വിശ്വാസത്തിന്റെ ആറാമത്തെ കാര്യമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, പലപ്പോഴെന്താ നമുക്ക് സംഭവിക്കാറുള്ളത്? മറ്റ് 5 കാര്യങ്ങളിലും ദൃഢമായി നമ്മൾ വിശ്വസിക്കുമ്പോഴും ആറാമത്തെ കാര്യം വരുമ്പോൾ മനസ്സ് പതറിപ്പോകാറുണ്ട്. എന്റെ സഹോദരങ്ങൾ നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന വിഷയം തെരഞ്ഞെടുത്തത് എന്നെനിക്ക് മനസ്സിലായില്ല. ഇവരെന്നോടൊരു വഅദ് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്ത് വിഷയമാ ജിദ്ദയിൽ പറയേണ്ടത്? ഓലിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന് പറയൂ, എന്ന് പറയാം എന്ന് ഷാക്കിർ ഭായി എന്നോട് പറഞ്ഞപ്പോഴും എന്തായിരുന്നു ഇതിൽ പറയേണ്ടത് എന്നെനിക്കറിയില്ലായിരുന്നു. ഞാനൊന്നിരുന്നൽപ്പനേരം ചിന്തിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത്, ദുൽഹിജ്ജ് 1-ാമത്തെ ദിവസം, ദുൽഹിജ്ജ പറന്ന 1-ാമത്തെ രാവിൽ, ദുൽഹിജ്ജ 9-ന് അറഫ നടക്കുന്ന മാസത്തിൽ, ആ അറഫയോട് ചേർന്ന മണ്ണിൽ ദുൽഹിജ്ജ 10-ന് യൗമുൻ നഹർ, ഹാജിമാർ പോയി ലക്ഷക്കണക്കിനായ ബലിമൃഗങ്ങളെ അറക്കുന്ന ദിവസത്തിൽ ദൃഢമായ വിശ്വാസത്തിന്റെ ഉടമയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിശ്വാസം സമൂഹത്തിന് പകർന്നു കൊടുക്കണം എന്നത് അല്ലാഹുവിന്റെ താൽപര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു മക്കയിലേക്ക് വരാൻ പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോടാ വിളിപ്പിച്ചത്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഈ ഖുർആനിന്റെ ആയത്തിന്റെ ശൈലി ഒന്ന് നോക്കണേ നിങ്ങൾ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളിൽ നിങ്ങൾ ഹജ്ജിന്റെ വിളംബരം നടത്തുന്ന ഇബ്രാഹിം നബിയെ അല്ലാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്, ജനങ്ങളോട് ഹജ്ജിനായി വരാൻ പറയണേ. എന്നിട്ട് പറഞ്ഞെന്താ? നിങ്ങൾ വിളിച്ചോളൂ. എന്റെ കഅബയിലേക്ക് ജനങ്ങൾ വരും എന്നല്ല പറഞ്ഞത്, ശ്രദ്ധിക്കണേ, നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. പറയണ്ടേ? അങ്ങനെയുള്ളൂ. എന്റെ ഭവനത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നല്ലേ പറയണ്ടേ? എന്തിനാണ് അല്ലാഹു ഹജ്ജിനായി വിളിച്ചത്? ഈ കൂട്ടത്തിലും പലരുമുണ്ടാകും ഹാജിമാരായി എത്തുന്ന ക്ഷീണിതർക്ക് ക്ഷേമനം ചെയ്യാൻ, വളണ്ടിയർമാരായി പോകാൻ കാത്തു നിൽക്കുന്ന ആളുകൾ. ഇതിന്റെ മുമ്പ് നമ്മൾ ആ വളണ്ടിയർ സംഗമമായിരുന്നല്ലോ നടത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി സേവനങ്ങളിൽ നിരതരാവാൻ അല്ലാഹുവർക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ അല്ലാഹു മക്കയിലേക്ക് വിളിച്ചത്? എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, മക്കത്ത് പോയ ഹാജി, നമ്മളിപ്പോ നിങ്ങളെന്താ ഹാജിക്ക് എന്താ പറയല്? ഹാജിക്ക് എന്താ നിങ്ങൾ പറയല്? അങ്ങനല്ല, വേറെ വാക്കണ്ട. ളുയൂഫുർ റഹ്മാൻ. എന്താ അർത്ഥം? അല്ലാഹുവിന്റെ അതിഥികൾ എന്നാണ്.
ളിയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികൾ എന്നാണ് അതിന്റെ അർത്ഥം. ളിയൂഫുർ റഹ്മാൻ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ അതിഥിയായി വന്നാൽ, നിങ്ങളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്ന ആ അതിഥി എവിടെ താമസിപ്പിക്കാം? എവിടെ അയാളോട് എവിടെ ഇരിക്കാൻ പറയാ? നിങ്ങളങ്ങനെ ആരെയും ക്ഷണിക്കലൊന്നുമില്ലേ? സ്വീകരണമുറി. ആ സ്വീകരണമുറി എവിടെ ഉണ്ടാവുക? നിങ്ങളെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ നല്ലപോലെ ചിന്തിക്കണേ. ഏറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഒരതിഥിയെ നമ്മൾ വിളിച്ചാൽ നമ്മുടെ വീട്ടിലാണ് അയാൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക, വീട്ടിലാണ് അയാളെ നമ്മൾ ഇരുത്തുക, വീട്ടിൽ അവർക്ക് വേണ്ടി സന്നദ്ധ തയ്യാർ ചെയ്ത സ്ഥലത്താണ് നമ്മൾ ഇരുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, അള്ളാഹുവിന്റെ അതിഥികളോട് ഹജ്ജിന്റെ ദിവസം 6 ദിവസമാണല്ലോ, 6 ദിവസത്തിൽ അള്ളാഹു നിൽക്കാൻ പറഞ്ഞ 5 ദിവസവും മിനയിലാണ്, അള്ളാന്റെ ഭവനത്തിന്റെ മുറ്റത്തല്ല. 5 ദിവസവും നിങ്ങൾ എന്റെ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് എന്റെ ഭവനം കണ്ടിരിക്കണേ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിയോട് പറഞ്ഞത്. പിന്നെയോ മിനയിൽ പോയിരിക്കാൻ. എന്തിനാ മിനയിൽ പോയിരിക്കാൻ പറഞ്ഞത്? 5 ദിവസവും മിനയിൽ പോയിരിക്കാനാ പറഞ്ഞത്. എന്താ മിന നൽകുന്ന പാഠം? അള്ളാഹുവിന്റെ പരീക്ഷണം അതുപോലെ ലോകത്തൊരാൾക്കും കടന്നു വന്നിട്ടില്ല. അങ്ങനെ അള്ളാഹു പരീക്ഷിച്ച ഒരാളും ലോകത്തില്ല. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രമാണ്. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചു എന്ന പാഠം ഉൾക്കൊള്ളണം ഹാജി. അതിനാണ് അള്ളാഹു 5 ദിവസവും മിനയിൽ പോയിരിക്കാൻ പറഞ്ഞത്. ഹജ്ജിന്റെ കമൽ. ഹജ്ജിന് എത്ര തവാഫുണ്ട്? ഹജ്ജിന്റെ തവാഫ് എത്ര? ഒന്നല്ലോ. ഹജ്ജിന്റെ സയ്യ എത്ര? 1. എന്നാൽ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് ചെയ്യുന്ന അമലേതാ? 4 ദിവസവും എറിയുകയാണ്. എവിടെയാണ് ഈ ഹാജ് എറിയുന്നത്? അന്ന് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എറിഞ്ഞ സ്ഥലത്താണ്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അവിചാരിതമാണ് ഈ വിഷയം കൊടുത്തതെങ്കിലും എത്ര സന്ദർഭത്തോട് എത്ര യോജിച്ചു പോയി എന്ന് ഞാൻ ആലോചിച്ചു പോയത്. ഹാജി എറിഞ്ഞവിടെ 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ ഇസ്ലാമും എറിഞ്ഞെടുത്ത് ഹാജിം പോയി എറിയ. എന്താ മുമ്പ് എറിയണേ? ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ പഴപ്പിക്കാൻ വന്ന ഇബ്ലീസുൽ ലഈൻ. എവിടെയാണ് പഴപ്പിക്കാൻ വന്നത്? വിശ്വാസത്തിലായിരുന്നു പഴപ്പിക്കാൻ വന്നത്. അല്ലോ ശ്രദ്ധിക്കണേ, വിശ്വാസത്തിൽ. നമ്മളും പറഞ്ഞു പോകാറുണ്ട് അല്ലേ? ഞാൻ ഈയിടെയായൊരു സഹോദരന്റെ 2 കുട്ടികൾ മരിച്ചതിനെ കുറിച്ച് കേട്ടു. 2, 8, 6 വയസ്സുള്ള 2 മക്കളാണ്. അയാൾ ഹജ്ജിനായി ഞങ്ങളുടെ കൂടെയുണ്ട്. കൂടെ റൂമിൽ കിടക്കുന്ന ആൾ 3 ദിവസം മുമ്പ് എന്നോട് പറയാണ് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. രാത്രി 2 മണിക്ക് എഴുന്നേൽക്കുമത്രേ. എഴുന്നേറ്റിട്ട് പറയും, എന്റെ 6 വയസ്സുള്ള പൊന്നുമോൻ ഇങ്ങനെ എന്നെ തട്ടി വിളിച്ചപ്പോ ഞാൻ എഴുന്നേറ്റതാണ്. 2 കുട്ടികളും ഒരേ ദിവസമാണ് മരിക്കുന്നത്. 2 കുട്ടികളും ഒരേ ദിവസം. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, ഒരേ മയ്യിത്ത് കെട്ടിലിൽ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണേ നിങ്ങൾ. ഏറ്റവും കൂടുതൽ പരീക്ഷണമുണ്ടായ ആളായിരുന്നു അയാൾ ആ കുടുംബത്തിൽ എന്ന് എനിക്ക് മനസ്സിലായി. ഈ കഴിഞ്ഞ റമദാനിലാണ്. റമദാൻ 1 അന്ന് 6 വയസ്സുള്ളവനും നോമ്പ് നോറ്റിട്ടുണ്ട്, 8 വയസ്സുള്ളവനും നോമ്പ് നോറ്റിട്ടുണ്ട്. ആദ്യത്തെ നോമ്പല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പറയും. ആദ്യത്തെ നോമ്പിനെ പറയല് തലോൽമ്പല്ലേ? എല്ലാരോടും നോൽപ്പിക്കുമ്പോൾ നമ്മളും നോൽപ്പിക്കും. ചെറിയ കുട്ടികളോടൊക്കെ നോറ്റതാണ്. പള്ളിയുടെ മുമ്പിൽ ഒരു കുളമുണ്ട്, ജമാഅത്ത് പള്ളിയുടെ മുമ്പിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കുട്ടികളെ കുളിക്കാൻ കമ്മിറ്റിക്കാരും നാട്ടുകാരും സമ്മതിക്കാറില്ല. ഈ കുട്ടി 8 വയസ്സുള്ള പൊന്നമോനും 6 വയസ്സുള്ള കുട്ടിയും പള്ളിക്ക് നിസ്കരിക്കാൻ പോവാന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. എന്നിട്ടോ അസറിന്റെ ജമാഅത്തിനായി ഉസ്താദ് കൈകെട്ടി, ആളുകളൊക്കെ കൈകെട്ടിയപ്പോ ഈ മൂത്ത 8 വയസ്സുള്ള കുട്ടി പറയാ, കുഞ്ഞോനെ ഇനി പോര്, എല്ലാരും കൈയെട്ടിയിട്ടുണ്ട്, ഇഞ്ഞാരും കാണൂല. 8 വയസ്സുള്ളവൻ എടുത്തു ചാടി കുളത്തിലേക്ക്. ഉടനെ 6 വയസ്സുള്ളവരും എടുത്തു ചാടി. ആ എടുത്തു ചാടി തന്നെ പിന്നെ ഒരു പൊങ്ങിയിട്ടില്ല. 2 പേരും നോമ്പ് നോറ്റിട്ട്. സാധാരണ വെള്ളത്തിൽ പോയവന് വെള്ളം കുടിക്കും. കുട്ടികളെ കൊണ്ടുപോയി 6, 8 വയസ്സുള്ള കുഞ്ഞുമക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്തു കൊണ്ടുവന്ന് കിടത്തുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയാണ്, ഈ കുഞ്ഞുമക്കൾ വെള്ളം കുടിച്ചിട്ടില്ല, തൊണ്ട സ്റ്റക്കായി പോയിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അള്ളാഹു നോമ്പ് നോൽപ്പിച്ച് ഈ കുഞ്ഞുമക്കളെ തിരിച്ചു വിളിച്ചതാണ്. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഈ 6 വയസ്സുള്ള കുഞ്ഞുമോൻ ഉമ്മയോട് പറഞ്ഞിരുന്നു അത്രേ. ഭക്ഷണം കഴിക്കാൻ ഉമ്മയും 2 മക്കളും ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുമോൻ പറഞ്ഞത്രേ, ഉമ്മ ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. ഇത് പറഞ്ഞിട്ടാണ് അയാൾ കരയുന്നത്. എന്നോട് പറയാൻ അടുത്ത് കിടക്കുന്ന ആൾ, നിങ്ങൾ ദുആ ചെയ്യണേ മനസ്സമാധാനം കിട്ടാൻ.
മിനിഞ്ഞാന്ന് രാവിലെയാണ് എന്നോട് പറയുന്നത്, തലേ ദിവസം രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പറയാണത്രേ, കൂടെ കിടക്കുന്ന ആളോട് 2 കണ്ണിലും വെള്ളം നിറച്ചിട്ട് എന്റെ കുഞ്ഞുമോൻ വിളിച്ചെന്നെ തട്ടി ഉണർത്തിയപ്പോ ഞാൻ എഴുന്നേറ്റ് പോയതാ. വൽഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഞാൻ ആ നിസ്കരിക്കാൻ എന്റെ പൊന്നുമക്കളോട് കൂടെ പോയെങ്കിൽ എന്റെ കുട്ടികൾ മരിക്കുമായിരുന്നില്ല. പറഞ്ഞു പോകരുതേ, നിന്റെ വിശ്വാസത്തിലെ പുഴുക്കുത്താണത്, നിന്റെ വിശ്വാസത്തിലെ പുഴുക്കുത്താണത്. എന്റെ പൊന്നുമോൻ വണ്ടി ഓടിച്ചില്ലായിരുന്നെങ്കിൽ ആ അപകടം സംഭവിക്കുമായിരുന്നില്ല. പറഞ്ഞു പോകരുതേ, നിന്റെ വിശ്വാസത്തിലെ പുഴുക്കുത്താണത്. ലാ യുഗ്നി ഹദറും മിൻ ഖദർ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി നമുക്ക് ഓതാനുള്ള ഹദീസാൻ. ഞാൻ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ലാ യുഗ്നി ഹദറും മിൻ ഖദർ. ഒരാൾ സൂക്ഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സൂക്ഷിക്കുക എന്നത് ഖദറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ല. ഒരാൾ സാധാരണ ബൈക്ക് ഓടിക്കാറുള്ളത് 40 സ്പീഡിലാണ്. 40 സ്പീഡിനേക്കാളും കൂടിപ്പോകുമെന്ന് കരുതിയിട്ട് അയാൾ തന്റെ ബൈക്കിന്റെ സ്പീഡ് നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയും അയാൾ എത്ര അച്ചടക്കത്തോടെ യാത്ര ചെയ്യുന്ന ആളാണ്, ആ ബൈക്കിലെന്ന് എത്ര സാവകാശം, എത്ര നിയന്ത്രണ വിധേയമായിട്ടാണ് അയാൾ പോകുന്നത്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരു LNP ലോറി വന്നിട്ട് ഇയാളെ ബൈക്കിലിടിക്കുകയും വണ്ടിയുടെ അടിയിലായി പോകുന്നതും ഇയാൾ ചതഞ്ഞെറിഞ്ഞു പോവുകയും ചെയ്യുന്നതും. ഇയാളുടെ മയ്യത്ത് വണ്ടിക്കടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ശരീരത്തിന്റെ പരഭാഗങ്ങളും ഒടിഞ്ഞു കുറഞ്ഞ അവസ്ഥയിലാണ്. എന്റെ അപകടം സംഭവിച്ചു പോകരുതെന്ന് കരുതിയാണ് സ്പീഡ് പോലും ഇയാൾ നിയന്ത്രിച്ചതെന്നാൽ സൂക്ഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ലോകത്തെ മുഅ്മിനീങ്ങൾക്ക് മാതൃകയായി അല്ലാഹു എടുത്തു കാണിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വിളിച്ചത്. എന്തിനാ നിങ്ങൾ വെറുതെ നോക്കാൻ? നമ്മുടെ ഈമാനും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈമാനും അങ്ങനെ ഉണ്ടെന്ന് വരുതി നോക്കാൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ പോവാൻ. നമ്രൂദിന് ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞു, അവസാനം ബിംബങ്ങളെ തച്ചുടച്ചു. അതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിക്കപ്പെട്ടു. അവസാനം തീകുണ്ടാറുണ്ടാക്കിയിട്ട് ആ തീയിലേക്ക് വലിച്ചെറിയാൻ പോവാൻ. നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നമ്മളൊക്കെ പറയും നമ്മൾ അള്ളാന്റെ ആളാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ഖൽബെന്താണ് നമ്മളോട് മന്ത്രിക്കാറുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്നിധിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. ശത്രുക്കൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ പോവാൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹബീബായ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി, അല്ലാഹ് അയച്ചതാണ് എന്നെ, അങ്ങേക്ക് എന്ത് സഹായാണ് ഇപ്പൊ വേണ്ടതെന്ന് അല്ലാഹ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങെന്ത് പറഞ്ഞാലും ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീലേ, ഈ തീകുണ്ടാരത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെടണം എന്നത് എന്റെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്റെ അള്ളാന്റെ ഇഷ്ടമാണ് ഞാൻ ഈ തീകുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടണമെന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാം, ജിബ്രീലേ, തീകുണ്ടാരത്തിലേക്ക് എന്നെ എടുത്തെറിയണം എന്ന് തീരുമാനിച്ച അതേ റബ്ബിനൊരു തീരുമാനമുണ്ടാകും. തീകുണ്ടാരത്തിലേക്ക് ചെന്ന് വീണാൽ ഞാൻ എന്താകണമെന്ന് ആ റബ്ബിന്റെ തീരുമാനം, ആ റബ്ബിന്റെ ഇഷ്ടം തീകുണ്ടാരത്തിൽ കിടന്ന് ഞാൻ വെന്തുരുകി തീക്കട്ടയായി മാറലാണ് എങ്കിൽ ജിബ്രീലേ, അതാണ് എന്റെ ഇഷ്ടമെന്റെ റബ്ബിനോട് പറഞ്ഞേക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാമേ, അവിടെ നിന്ന് രക്ഷപ്പെടലാണ് എന്റെ റബ്ബിന്റെ ഇഷ്ടമെങ്കിൽ അതാണ് എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞേക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കത്തേക്ക് അല്ലാഹ് വിളിച്ചത് എന്തിനാ? ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം, ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. മക്കയിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിമും ഉണ്ട് എന്ന് ഖുർആൻ.
നമ്മളെ വിശ്വാസം അങ്ങനെ എന്റെ റബ്ബിൻ, അതാണ് യഥാർത്ഥ വിശ്വാസം. അയ്യൂബ് അലൈഹിസ്സലാമിന് മാരകമായ രോഗം വന്നു. മാരകമായ രോഗം വന്നപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യൂബ് നബി നിങ്ങളല്ലേ പറയണത്, നിങ്ങളാ സ്വന്തം ആളാണ് അള്ളാന്ന്, നിങ്ങൾക്കൊന്നോട് ദ്വാരുന്ന പോലെ അള്ളാഹ് സുഖാക്കി തരൂലേന്ന് വെച്ചു. അയ്യൂബ് അലൈഹിസ്സലാം ദുആ ചെയ്തില്ല. നിങ്ങൾ ഈമാന്റെ മർത്തബയാണ്, ഈമാനിന്റെ മർത്തബയാണത്. നമ്മളൊക്കെ ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് നമ്മളാകെ അപ്സെറ്റ് ആവും. ഒരു പനി വരുമ്പോഴേക്ക് അല്ലേ, ഹജ്ജിന് വന്ന ഹാജിമാര് പോലും വളണ്ടിയേഴ്സായി പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്കൊക്കെ ചിലപ്പോൾ കേൾക്കാം. ഹജ്ജിന് വന്ന് മീനയിൽ വന്ന് നടക്കാൻ കഴിയാതെ ഇരിക്കുമ്പോഴും പറയും, അവന്റെ മക്കളെ എങ്ങനെ അടങ്ങാറാണെങ്കിൽ വരണ്ടില്ലേന്നു. പനിച്ചാൽ പറയാറുണ്ട്, എന്റെ സ്വന്തം ആരുമില്ലാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. എനിക്ക് എന്റെ മക്കളില്ലാത്തോണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. പറഞ്ഞു പോകരുത്, ജീവിതത്തിൽ ഒരിക്കലും പറയരുത്. ഒരു മുഅ്മിനിന്റെ ഖൽബിലെ ഏറ്റവും പ്രധാനം ആരാകണം? അല്ലാഹുവാകണം. അപ്പോഴാണ് അവന്റെ ഈമാൻ പുഴുക്കുത്തു വീഴാത്ത ഈമാനാകുന്നത്. ആ ഈമാനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈമാൻ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് ജിബിരിയിലെ നമ്മളൊക്കെയാണെ പറയാ, ജിബിരിൽ അലി ഇസ്ലാമിന് നമ്മളോട് വന്ന് ചോദിച്ചെങ്കിൽ പറയില്ലേ, ഇന്നെ ശരിയാക്കാൻ വേണ്ടി ഒരിക്കൽ ഈ തീ കുണ്ടാരം കൊണ്ട് അവരെ കരിച്ചു കളയണെന്ന് പറയില്ലേ? പറഞ്ഞില്ലല്ലോ. മഹാനായ സയ്യിദ് ഹൈദറോസ് മുസ്ലിയാർ ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തിയില്ലേ നിങ്ങളോട്? ആ മഹാന്റെ 2000 ചില്ലാൻ റുപ്യ 28 കൊല്ലങ്ങൾക്ക് മുമ്പ് കളവ് പോയി. എത്ര? 2000 ചില്ലാനം. 28 കൊല്ലം 2000 ചില്ലാൻ റുപ്യ എത്രയെന്ന് നിങ്ങൾക്ക് തിരിയല്ലോ. ആ മഹാന്റെ പണം കളവ് പോയി. ഞങ്ങളോട് കോളേജിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ പൈസ കാണില്ല, കുട്ടികളൊക്കെ തരാൻ തുടങ്ങി, എവിടെയില്ല. സാറിനോട് ചോദിച്ചു, വന്ന ബസ് ഏതാണ്? ബസ്സിലിട്ടാരോ പോക്കറ്റ് പിടിച്ചു പോയി, കളവ് പോയി, വീഴൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം. അപ്പൊ പറഞ്ഞു, അതിഞ്ഞ് തരേണ്ട, അതിപ്പോ എനിക്ക് കിട്ടിയാലും ഞാനും അരിയും സാധനവും വെളിച്ചെണ്ണയും തക്കാളിയൊക്കെ വാങ്ങും. അതിപ്പോ ഇനി കിട്ടിയവനും അരിയും തക്കാളിയും വെളിച്ചെണ്ണും അവന്റെ കൂട്ടിക്ക് വാങ്ങില്ല. രണ്ടായാലും ഇപ്പോ എന്റെ വീട്ടിലായാലും മൂപ്പര വീട്ടിലായാലും അത് ഭക്ഷണത്തിനല്ലേ ഉപയോഗിക്കുക. ആ എടുത്താക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട്, സ്വതക്കയായി കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം ഒരാൾ മഹ്ശറയിൽ കുടുങ്ങിപ്പോകരുത്. ഞാൻ കാരണം ഒരാൾ മഹ്ശറയിൽ കുടുങ്ങിപ്പോകരുത്. ഞാൻ പറയുന്നത് ദൃഢമായ വിശ്വാസമുണ്ടാകുന്ന, വിശ്വാസിയിലുണ്ടാകുന്ന കർമ്മങ്ങളിലെ മാറ്റത്തെക്കുറിച്ചാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബവും അങ്ങനെയല്ലേ? അല്ലേ? ചിലരൊക്കെ പറയല്ലോ, സാദേ എനിക്ക് ഞാൻ മരിക്കണതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ കാര്യത്തിലല്ലേ ബേജാറ്, ഞാൻ മരിച്ച എന്റെ ഓളെങ്ങനെ സഹിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. എന്റെ ഓളെങ്ങനെ സഹിക്കുമെന്ന് എല്ലാ പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു ഒറ്റപ്പെടലുണ്ട്. അതേത് ഒറ്റപ്പെടലായിരുന്നുവെന്നറിയുമോ? മക്ക എന്ന വിജനമായ സ്ഥലത്ത് പാറക്കെട്ടുകൾക്കിടയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പെങ്ങളെ ചിന്തിക്കണേ, ഒന്നുമില്ല, അല്പം ഈത്തപ്പഴവും ഒരു അല്പം വെള്ളവും കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചുപോയത്. അല്ലേ? നമ്മളെ ഭർത്താക്കന്മാര് മരിച്ചാലും പ്രശ്നമില്ലേ? അക്കൗണ്ടില് ഉണ്ടെന്നില്ല, അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, ഇന്നാലിന്ന ജ്വല്ലറിയിൽ ഷെയർ ഉണ്ട്, ഇന്നാലിന്ന കട എന്റെ ഭർത്താവിൻ്റെതാണ്. ഈ ഭർത്താവാട് പോയാലും കൂട്ടുകെട്ടില്ല എന്നല്ലാതെ എന്ത് പ്രശ്നം? ചിന്തിക്കും നിങ്ങൾ. ലോകത്ത് നിങ്ങൾക്ക് ഒറ്റപ്പെടലിന് ഏറ്റവും വലിയ മാതൃകയായി ആ ഒറ്റപ്പെടലിലും അല്ലാഹുവിൽ ജീവിതവും മനസ്സും സമർപ്പിച്ച ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ പറഞ്ഞെന്താ, ദൃഢമായി പടച്ച റബ്ബിൽ നമ്മൾ വിശ്വസിച്ച അത്ഭുതങ്ങൾ പടച്ച റബ്ബ് കാണിച്ചു. അത്ഭുതങ്ങൾ എന്താ? നമുക്ക് അള്ളാഹിനോട് ഈ പ്രയാസം ഉണ്ടാകുമ്പോൾ ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടാതെ ഹാഫ് ഈമാനുള്ളൂ. അത് ദ്വാരുന്ന ഉത്തരം ഉണ്ടാവുന്നൊക്കെ മൂല്യന്മാര് പറയണേ. നമുക്ക് അതൊന്നും അറിയില്ല, പോയി ആമീൻ ചൊല്ലുമൊക്കെ വല്ല ഗുണമുണ്ടെങ്കിൽ കിട്ടിയെങ്കിലായി. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വെള്ളവും ഈ ഈത്തപ്പഴം കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു ചെറിയ കുഞ്ഞു പൈതൽ, ഒരൊറ്റ കുട്ടിയും മക്കയില്ല, വിജനമാണ് ആ സ്ഥലം. കുഞ്ഞുമോനെ കഅബയുടെ അടുത്ത് കിടത്തിയിട്ടുണ്ട്. ഭാര്യയോട് പറയാം ഞാൻ പോവാണ്. ഉടനെ ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഹാജറ ബീവി എന്തൊക്കെ കാര്യം സംസാരിച്ചിട്ടുണ്ടാവും ഭർത്താവിനോട്. അള്ളാഹുവിന് ആ വർത്താനം വല്ലാതെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർ ആ വർത്തമാനം മനസ്സിലാക്കാൻ അള്ളാഹു എടുത്തു പറഞ്ഞതാണ് ഖുർആനിലൂടെ. അല്ലാഹു അമറക ബിഹാദാ, അള്ളാഹുവാണോ നിങ്ങളോട് ഇതുകൊണ്ട് കൽപ്പിച്ചത്? ഹാജറാവിയുടെ ചോദ്യമാണ്. അല്ലാഹു അമറക ബിഹാദാ. ഞാൻ ഈ ഹജ്ജിനൊക്കെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേ നിങ്ങളെ കൂട്ടത്തിലും ഞാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ലെങ്കിൽ
എയർപോർട്ടിലേക്ക് വന്നിട്ട് ഈ ക്യാമ്പിൽ നിന്ന് യാത്രയാക്കുന്ന സമയത്ത് ചില ആൾക്കാർ അവസാനം ഒന്ന് വിളിച്ചിട്ട് പറയും, സാറേ പിന്നെ അത് എന്റെ മമ്മി എന്റെ വാപ്പിയാ, ഓളി രണ്ടാളും ഒറ്റക്കല്ലോട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ അവരോട് പറയാറുള്ളത്, മനുഷ്യന് ശ്രദ്ധിക്കാൻ കഴിയോ? ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ളത്. മരണം ഹജ്ജിലുണ്ടാവരുത് എന്ന് കരുതിയിട്ടല്ലേ സൗദി ഒരുക്കങ്ങളൊക്കെ നടത്തി. എന്നിട്ട് മരണമില്ലാത്ത കൊല്ലങ്ങളുണ്ടാവും. മരണമുണ്ടാകരുത് എന്ന് ക്രൈൻ കൊഴിഞ്ഞു വീഴുമെന്നാരെങ്കിലും വിചാരിച്ചതാണോ? അതുകൊണ്ടല്ലേ ഹാജിമാർ തിരക്കുള്ള സമയം ക്രൈനുകളൊക്കെ പണി കഴിഞ്ഞാൽ താഴ്ത്തി വെക്കണമെന്ന് പുതിയ ഓർഡർ കൊടുത്തത്. ജാഗ്രത പാലിച്ചതും അതുകൊണ്ടല്ലേ. നിങ്ങൾ ആലോചിക്കണേ, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിരിഞ്ഞു പോകുമ്പോ ചോദിക്കാണ്, പൊന്നെ പ്രിയപ്പെട്ടവളോട് പറയാൻ ഞാൻ പോവാൻ. ഉടനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, എന്റെ അല്ല നിങ്ങളോട് കൽപ്പിച്ചതാണോ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറുപടി ബല. ആ സമയത്ത് ഹാജറ ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ പോയിക്കോളൂ, ഇതല്ലയുളിയാനാ, അല്ല കൽപ്പിച്ചതാണെങ്കിൽ ആ റബ്ബ് ഞങ്ങളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ പടച്ച റബ്ബിന് അല്ലാഹുവിന് ആ വാക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും കുടിച്ചാലും തീരാത്ത സംസം എന്ന വറ്റാത്ത ഉറവ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ചെറുമഴ പെയ്യുന്ന മരുഭൂമിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ മക്കയുടെ ഹൃദയത്തിൽ അല്ലാഹു ലോകത്തിന്റെ ദൃഷ്ടാന്തമായി വെച്ചു തന്നത്. നബി പറഞ്ഞ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മളെ നാട്ടിൽ 6 മാസം മഴ ചെയ്തിട്ട് മെയ്യാകുമ്പോ വെള്ളമില്ല, മെയ്യാകുമ്പോൾ വെള്ളമില്ല. ലോകത്തെ മഹാത്ഭുതമായി എന്തായിരുന്നു? അല്ലാഹു അമർ, ഇത് അള്ളാന്റെ കൽപ്പനയാണോ? അതെ. ഇതല്ലയുളിഅന, പെങ്ങളെ നിന്റെ മടിത്തട്ടിൽ 3 യതീമായ കുഞ്ഞുമക്കൾ ഇരിക്കവെയാണ് നിന്റെ ഭർത്താവ് മരിച്ചു പോകുന്നത്. നീ നെഞ്ചത്തടിച്ചു കരയരുത് പെങ്ങളെ, നീ വാവിട്ട് കരയരുത്. നീ വിചാരിക്കേണ്ടതെന്താ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹു നിശ്ചയിച്ച ഒരു സെക്കൻഡിന് മുമ്പ് ഒരാൾ മരിക്കില്ല, ഒരു സെക്കൻഡ് കഴിഞ്ഞൊരാൾ ജീവിക്കുകയുമില്ല. ഇതെന്റെ റബ്ബിന്റെ ഖലാ ആണ്. ആ ഖലായിൽ ഞാൻ തൃപ്തിപ്പെടുന്നുവെന്ന് നീ പറഞ്ഞാൽ നിന്റെ സ്ഥാനം ആരുടെ കൂടെയാണെന്നറിയോ? ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ് എന്റെ സ്ഥാനം. അതാണ് ഈ പറഞ്ഞത്. അതിനാണ് ഇങ്ങോട്ട് അതിനാ മക്കത്തേക്ക് വിളിച്ച് ഇങ്ങോട്ട് വരി എന്ന് പറയാൻ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം പടച്ച റബ്ബിൽ വിശ്വാസമർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് നിധിയായ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഒരുങ്ങുന്നത്. പക്ഷേ ഈ വിഷയം പറഞ്ഞൊരു മൂലക്കൊക്കെ അടുപ്പിച്ചു കൊണ്ടിരുമ്പോൾ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം ആ വിഷയത്തിലേക്ക് കടക്കുന്നു, ശ്രദ്ധിക്കണേ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ أُولَٰئِكَ عَلَيْهِمْ صَلَوَاتٌ مِّن رَّبِّهِمْ وَرَحْمَةٌ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ. ബാപ്പ മരിച്ചുപോയി, 2 മാസം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു. പിന്നെയാണ് 6 മാസം കഴിഞ്ഞപ്പോ മൂത്ത മകളുടെ ഭർത്താവിന് ക്യാൻസറാണെന്നറിയുന്നത്. അപ്പോഴാണ് 1 മാസവും കൂടെ കഴിയുമ്പോൾ ഷാർജയിലുള്ള 2ാമത്തെ മകളെ എക്സിറ്റ് അടിച്ച് അറബി നാട്ടിലേക്ക് വിടുന്നത്. അപ്പൊ ഇവര് വന്നിട്ട് പറയാ, എന്തോ ഒരു ദോഷമുണ്ട്, എന്തോ ഒരു ദോഷമുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും പോയിരുന്നു. ചില ആള് പറഞ്ഞത് വീടിന്റെ ദോഷമാണ് എന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അത് സ്ഥലത്തിന്റെ ദോഷമാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് ആരോ കൂടോത്തരം ചെയ്തിട്ടുണ്ട്. അൽ-ഈമാൻ ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഇതെന്റെ റബ്ബിന്റെ ഭാഗത്ത് എനിക്കുള്ള പരീക്ഷണമാണെന്ന് ചിന്തിക്കാൻ ഒരു മുഅ്മിനെ നിന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നിട്ടില്ലെങ്കിൽ നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എവിടൊക്കെ പരീക്ഷണം വരാന്നറിങ്ങൾ ആ ആയത്ത് മാത്രം ഒന്ന് ഓതിയിട്ട് ചില നിധിയായ കാര്യം പറഞ്ഞുതരാം. ഈ പരീക്ഷണങ്ങളെ അള്ളാഹുവിന്റെ ഖലാ ഖദറിനെ എങ്ങനെ മറികടക്കാൻ കഴിയോ? നിങ്ങളെ മിണ്ടില്ല. കഴിയോ? ഇല്ല. കഴിയും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. ചില ആളുകൾ അതാ പറഞ്ഞ് നാളെ നമ്മളെ സുഹൃത്തിനും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യത. വിശ്വാസമെന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലുകളല്ല.
വിശ്വാസമെന്നാൽ കാട്ടിക്കൂട്ടലുകളില്ല. നമ്മൾ പറയുന്നുണ്ട് ആ വിഷയം. വിശ്വാസം ഖൽബിന്റെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചുണ്ടാകേണ്ട ഒന്നാണ്. അല്ലാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ. ഖൽബുന്നുണ്ടാവേണ്ടിയാണ്. ഒരു വിഷയം വരുമ്പോ രണ്ടാളും രണ്ട് കോലത്തിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം അറിയോ? അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പ്രതികരണം. വിശ്വാസത്തിനനുസരിച്ച് പ്രതികരണത്തിൽ വ്യത്യാസമുണ്ടാകും. വിശ്വാസമാണ് ഒരാളെ നേർവഴിക്ക് നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലനബലുവന്നകും, തീർച്ചയായും നമ്മൾ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം തന്നിട്ട് നിങ്ങളെ പരീക്ഷിക്കും ഞാൻ. ഒരു പേടി. ഇന്നലെ ഒരാളിനോട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഉറങ്ങിയിട്ടില്ല കുറേ ദിവസമായിട്ട്. 2 ദിവസം മുമ്പ് എന്റെ സുഹൃത്തായ ബാംഗ്ലൂരിലുള്ള അസ്ലം ഭായി ഒരു പട്ടാണിയാണ്. അതാ ഞാൻ ആലോചിച്ച് നോക്കണേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങളോട് പൈസ ഒന്നും ചോദിക്കില്ല, സ്ഥാപനത്തെ നമ്മൾ റബ്ബിനെ ഏൽപ്പിച്ച അള്ളാഹു പഠിപ്പിച്ചു തരും. ഈ കഴിഞ്ഞ റമദാനിൽ മാത്രം ഞാൻ പരിചയപ്പെട്ട ഒരാളാണ്. അയാൾക്ക് എന്നെ കണ്ടപ്പോ എന്തോ ഒരു സ്നേഹം എന്നോട്. ഞാൻ ചിന്തിച്ചു, പഠിച്ചോനെ ഞാൻ അയാളോടൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്റെ മനസ്സിലേക്ക് വന്നു, പുണ്യയതീമായ മക്കളോട് അള്ളാഹു അയാൾക്ക് തോന്നിപ്പിച്ച സ്നേഹമാകാം. അയാൾ അവിടെ നിന്ന് പറഞ്ഞു, 1 ലക്ഷം ഉറുപ്പിക ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിന് തരുമെന്ന്. സ്ഥാപനത്തെ കുറിച്ച് ഒരക്ഷരം ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല. ആരോടോ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കിയതാണ്. 3 ദിവസം മുമ്പ് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ട് ആഴ്ചകളായി ഉറക്കം വരുന്നില്ല. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം നൽകിയിട്ട് നാം നിങ്ങളെ പരീക്ഷിക്കാം. ഭയം, ടെൻഷൻ, ബേജാറ്. അല്ലേ ബേജാർ? നിങ്ങൾക്കൊക്കെ ബേജാറുണ്ടോ? ജിദ്ദക്കാർക്ക് ബേജാറുണ്ടോ? ഞാൻ ഉണ്ടോ? അതെന്താ വിളിക്കാത്ത? എന്നാലും ചെറിയ ബേജാറുണ്ടോ? സാറേ എന്താവും? അങ്ങനെയാണ്. ഇപ്പൊ അടുത്തൊരാൾ പറഞ്ഞു, ഒരാൾ ചോദിച്ചു ഇങ്ങനെ പോയപ്പോ എന്താവും? അപ്പൊ വേറൊരാള് എന്താവും? അപ്പൊ വേറൊരാള് എന്താവും? അപ്പൊ 4-മത്തെ ആള് ഒന്നും ഒരു പിടുത്തില്ല. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വിഷയം കൊണ്ടുപോകുന്നത്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം തന്നിട്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അപ്പൊ അതൊരു ഭയപ്പെടുത്തലാണ്. മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് തന്നിട്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിന് തികയാതാവുക. ആവശ്യത്തിന് തികയാതായത് എപ്പോഴാ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. എപ്പോഴാണ് ആവശ്യത്തിന് തികയാതായത്? പണ്ട് നമ്മളെ വീട്ടിലെ ചെലവ് എത്രയുന്നു? വേണ്ട, നിങ്ങൾ ഗൾഫിക്ക് വരുമ്പോ നിങ്ങളെ വീട്ടിലെ കറണ്ട് ബില്ല് എത്രയുന്നു? നിങ്ങളെന്താ മിണ്ടാത്തെ? 100-ന് താഴെയാണ്. ഇപ്പോഴോ 500. അതിന്റെ മാതിരി ഉള്ള ആൾക്കാർക്കായിരിക്കും 500. 2000, 3000. എന്താ? പണ്ട് നമ്മളെ വീട്ടിൽ AC ഇല്ല, ഇപ്പൊ AC വെച്ചു. ചെലവ് തികയാതെ, ചെലവ് കൂടി. അപ്പോ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, നമ്മളൊക്കെ പേടി എന്താ? നാട്ടിക്ക് തിരിച്ചു പോയാല് പഠിച്ചോനെ തിന്നാൻ കിട്ടൂല എന്നുള്ള പേടിയല്ല. റബ്ബേ, കറണ്ട് ബില്ല് എങ്ങനെ അടക്കുക? അല്ലാഹുവേ, ഈ വാട്സപ്പിന്റെ ഫണ്ടൊക്കെ ഫോണിൽ ചെറിയ പൈസ ആവുക. ഇപ്പൊ 1000 മതിയാകുന്നില്ല. നെറ്റിനൊരു ഫീ, വാട്സപ്പിന് വേറൊരു ഫീ, പിന്നെ വിളിക്കാൻ വേറെ ഫീ, ഒക്കെ കൂടെ 1000-ന് മുകളിൽ. പണ്ട് വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഫ്രഷായ സാധനങ്ങളായിരുന്നു തിന്നിരുന്നത്. ഇന്ന് അല്ലാഹു സൗകര്യം തന്നപ്പം മയ്യിത്തുകളെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പേടി പഠിച്ചോ, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കാം? വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഇതിനെ മറികടക്കാൻ പറ്റുന്ന ചില സംവിധാനം പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസികൾക്കുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്നുണ്ട്. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് നൽകിയിട്ടും നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ മതിയാകാതാവുക, തികയാതാവുക. വശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ, സ്വത്ത് കുറച്ചുകൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. 5000 റിയാലിന്റെ കച്ചവടം നടന്ന കച്ചവട സ്ഥാപനമാണ്. ഇപ്പൊ നടക്കുന്നത് 3000 ഉള്ളൂ. എങ്ങനെയുണ്ട് കച്ചവടം? ഒരു ഒത്തും പിടിയില്ല. ഓന് 1500 ഉണ്ടായ ഒപ്പിച്ചു പോകാൻ കഴിയും. എന്നാലും അൽഹംദുലില്ലാ 1500 ബാക്കിയുണ്ടെന്നല്ലോ പറയണത്. ഓൻ പിന്നെ 5000 ഉണ്ടായിരുന്നല്ലോ, കുറഞ്ഞു പോയി 2000 അവൻ കൂട്ടുന്നത്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ, സ്വത്ത് കുറച്ചിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഈ പരീക്ഷണം മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞും അല്ലാഹു പരീക്ഷിക്കാം. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിച്ചു പോവുക, മക്കൾ ജീവിച്ചിരിക്കെ മാതാപിതാക്കൾ നാട്ടിൽ മരിക്കുക,
ഉപ്പാന്റെ മുഖമൊന്ന് കാണണമെന്ന് അറബിയോട് ചെന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞേക്കൂല എന്ന് പറയാ. കുഞ്ഞുമോനെ കാണാൻ കഴിഞ്ഞില്ല, ജനിച്ച് 2 വർഷമായി ഇവൻ മരിച്ചുപോയി, പോകാൻ പറ്റിയില്ല. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാന്റെ ഹബീബിനുണ്ടായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഫലങ്ങളെ കുറിച്ചും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലമ തങ്ങൾ അള്ളാഹു പരീക്ഷിച്ചു, ഭയം കൊടുത്തിട്ട്. നിങ്ങൾക്കറിയില്ലേ, ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയുണ്ടല്ലോ മക്കയിൽ, ആ ഗുഹക്കകത്ത് 3 ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിയും കഴിഞ്ഞുകൂടി. ആ ശക്തമായ ചൂടിലാണ് പൊത്തിന ഗുഹക്കകത്ത് കഴിഞ്ഞുകൂടുന്നത്. എന്തേ? ശത്രുക്കളെ അവർ തങ്ങളെ കൊന്നുകളയും എന്ന ഭയം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ശത്രുക്കൾ തെരഞ്ഞിട്ട് കാലിന്റെ അടുത്ത് വരെ എത്തിയ സമയം. അള്ളാഹുവിന്റെ ഹബീബിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മനസ്സിന്റെ അവസ്ഥ എന്താകും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, നബി അവർ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുമല്ലോ. നബി അപ്പൊ പറഞ്ഞു, മാ ലന്നുക ബിസ്നൈനി വല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖേ, നമ്മൾ 2 മാത്രല്ലേ ഉള്ളത്, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്, എന്തിനാ ബേജാറാവണമെന്ന് വെച്ചു. കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടാതെ വന്നപ്പോ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാകും, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞോ? നമ്മൾ രണ്ടാമത് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതും തേടിപ്പോകേണ്ടതും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ വിശ്വാസം ഒന്ന് പുതുക്കാൻ അവസരം നമ്മൾ കണ്ടെത്തിയോ എന്ന് ചിന്തിക്കണേ. നമ്മൾ ഈ അവസരങ്ങളെല്ലാം രത്നക്കല്ലുകളാക്കി മാറ്റാൻ കഴിയണം നമുക്ക്. മിനൽ ഖൗഫി വൽ ജൂഇ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പരീക്ഷിച്ചു, ഭക്ഷണം കൊടുക്കാതെ 3 കൊല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതിനേക്കാളും വലിയ പരീക്ഷണം ഏതാ? ഷുഗർ, പട്ടിണി കിടത്തലാണ്. ഷുഗർ എന്താ ഡോക്ടർ പറയല്? വയറ് നിറച്ച് തിന്നരുത്, വയറ് നിറയെ കഴിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഷുഗർ വന്ന ആരെങ്കിലും പറഞ്ഞണോ അൽഹംദുലില്ലാ ഇതിന്റെ അല്ലാഹ് എനിക്ക് തന്ന പരീക്ഷണാണ്? ഇല്ല. ഷുഗർ വന്നവൻ പറയുന്നതാ, എന്റെ വാപ്പക്കും മൊക്കൊക്കെ ഉണ്ടായിരുന്നു. അതാ നമ്മളെ ഖളായിലുള്ള വിശ്വാസം. എന്റെ വാപ്പക്കും മൊക്കം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കുണ്ടായി, ഇതാണോ നമ്മുടെ വിശ്വാസം? ഡോക്ടർ പരിശോധിച്ച പാടെ ചോദിക്കും, ഇത് ജനിതകമാണോ എന്നറിയാൻ വാപ്പക്കുണ്ടായിരുന്നോ ഉമ്മക്കുണ്ടായിരുന്നോ? അപ്പം പറഞ്ഞു, ആ സാർ, എന്നാ പിന്നെ അതാണ്. ഇല്ലാന്നോ പറഞ്ഞാലും റയർ കേസിൽ അങ്ങനൊക്കെ വരാറുണ്ട്, നിങ്ങളുടെ ജീവിത ശൈലി രോഗമായിരിക്കും. അപ്പൊ പിന്നെ രണ്ടാമത്തെ അതാ പറയാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അൽ-ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, എന്റെ റബ്ബ് എനിക്ക് സമ്മാനമായി തന്ന പരീക്ഷണമാണ് എന്ന് ഓർക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസം തന്നെ ഒരു കാട്ടിക്കൂട്ടലാന്ന് തോന്നിപ്പോകും. ഒക്കെ ഒരു കാട്ടിക്കൂട്ടലാണോ എന്ന് തോന്നിപ്പോവുകയാണ് നമ്മുടെ വിശ്വാസം. നാട്യങ്ങളില്ലാത്ത വിശ്വാസം, പുഴുക്കൊത്തുകളില്ലാത്ത വിശ്വാസം. എങ്ങനെയാണ് അങ്ങനെ നമ്മൾ വിശ്വസിക്കണം? കാരണം എന്താ? പട്ടിണി കിടക്കാണ്. ഡോക്ടർ എന്താ പറയാ? വയറടിച്ച് തിന്നാൻ പാടില്ല. നിങ്ങൾ തിന്നാണോ? നല്ല ടേസ്റ്റുള്ള ദോശയും കറിയുണ്ട് 1. പിന്നെ 10 മണിക്ക് ഒന്നുകൂടി തിന്നാ, അപ്പോഴേക്ക് തീർന്നു. 10 മണിക്കൊന്നുകൂടെ വിശന്നു കഴിയുക എന്നത്. ഞങ്ങൾ ആലോചിച്ചു, പുണ്യ നബിക്ക് ഒരു തുള്ളി ഭക്ഷണം കിട്ടാതെ 3 കൊല്ലം കഴിഞ്ഞുകൂടിയത്. മക്കയിലുണ്ടല്ലോ ആ സ്ഥലം, ഷൈബ അബീ ത്വാലിബ് എന്നല്ലേ ആ സ്ഥലത്തിന്റെ പേര്, താഴ്വര. അവിടെ ഏത് മുഅ്മിൻ പോയാലും കരയാതെ തിരിച്ചു പോരാറില്ലല്ലോ. ആ ചരിത്ര സംഭവം കേട്ടാൽ കണ്ടിൽ എന്നൊരു തുള്ളി കണ്ണുനീർ വരാത്തവരാരാ? അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു പട്ടിണി കിടത്തി, ഭക്ഷണം കൊടുത്തില്ല. മക്കക്കാർ റസൂലുള്ളാഹിനെ തടഞ്ഞു നിർത്തിയല്ലോ. ഷൈബ അബീ ത്വാലിബിൽ ചുറ്റുഭാഗത്തും നിരീക്ഷണത്തിന് ആളേൽപ്പിച്ചു. മക്കത്ത് നിന്ന് ആരെങ്കിലും പോകുണ്ടോ, അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരണ്ടോ, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണ്ടോ? ഇല്ല, ഒന്നും കഴിക്കാനില്ല. പുണ്യനബി ആ മലഞ്ചെരുവിലുണ്ടാകുന്ന ചെടിയും പുല്ലുമാണ് കഴിച്ചത്. എന്നിട്ട് ചരിത്രം രേഖപ്പെടുത്ത ആടിന്റെ മലം പോലെയിരുന്നു പുണ്യനബിയുടെയും സ്വഹാബികളുടെയും മലം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ആ പരീക്ഷണം? അല്ലാഹുവിന്റെ ഹബീബ് അക്ഷമനായില്ല. അൽ-ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, രാജാതിരാജനായ റബ്ബിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് വിശ്വസിക്കലാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണമായ രൂപമതാണ്. അല്ലേ? ഞാൻ കണ്ടു കണ്ണൂരിലൊരാള് പോലെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോ എന്നെ വിളിച്ചു. ഈ കണ്ണൂർക്കാർ ദേഷ്യം പിടിക്കരുത്, ഇയാൾ ഈ കണ്ണൂരിനെ എങ്ങനെ പറയണെന്ന് വിചാരിക്കരുത്. ജീവിതം അധിക സമയവും കണ്ണൂരായതുകൊണ്ടാണ് അവിടുത്തെ അനുഭവം പറയണത്. ഒരു വീട്ടിൽ ചെന്നപ്പോ 9 ജേഷ്ഠാനുജന്മാർ, സഹോദരങ്ങൾ 9 ആളുകളാണ്. അതിൽ ഒരാള് മാത്രം ഡോക്ടർ, മറ്റോല് വീരാജ്പേട്ട പോയിട്ട് ഈ മുളകിന്റെ പാട്ടവും കാപ്പിപ്പാട്ടൊക്കെ എടുക്കുന്ന ആളുകളാണ്. അതൊക്കെ മനസ്സിലാവും. വീരാജ്പേട്ടക്കാണല്ലോ അധികം ആൾക്കാർ കയറുക. കച്ചവടക്കാരും മറ്റ് ബിസിനസ്സുകാരും വേറെ ചില ആളുകൾ റിയൽ എസ്റ്റേറ്റുകാരും ഒക്കെ. ഇവരെ കല്യാണത്തിന് പോയ സമയത്ത്
എല്ലാം 8 ഏട്ടനഞ്ചന്മാർ 8 ആൾക്കാരും നല്ല തടിച്ചു കൊഴുത്ത നല്ല നല്ല മനുഷ്യന്മാർ. ആ കൂട്ടത്തിൽ ഇയാൾ ഡോക്ടർ മാത്രം ഇങ്ങനൊക്കെ. എന്നോട് ആ മൂത്തൈക്കാകെ പറയാണ് 9 ജേഷ്ഠാനുജന്മാർ നിൽക്കുമ്പോൾ, ഉസ്താദേ മെഡിക്കൽ സയൻസിന് ഒരു വിരുദ്ധനായ മനുഷ്യനാണ് ഞങ്ങളുടെ അനുജനായ ഡോക്ടർ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലാകെ ഷുഗറുള്ള ഒരാൾ ഇയാൾ മാത്രം. എന്നിട്ട് എന്നോട് പറയാണ് വാപ്പക്ക് ഷുഗറില്ല, ഞങ്ങളുടെ ഉമ്മക്കും ഷുഗറില്ല. അപ്പൊ ഞാൻ ചോദിച്ചു വല്യാപ്പാക്കുണ്ടെന്ന്. വല്യാമ്മക്കുണ്ട് സാധാരണ ചോദിക്കുമല്ലോ. ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എന്നോട് പറഞ്ഞു വല്യാപ്പാക്കില്ല വല്യമാക്കില്ല, ഞങ്ങൾ ജേഷ്ഠാനുജന്മാർക്കില്ല, സഹോദരിമാർക്കില്ല, കുടുംബത്തിൽ ഞങ്ങൾ അമ്മാവന്മാർക്കില്ല, ഉമ്മയുടെ കുടുംബത്തിലൊന്നുമില്ല, ഇയാൾക്ക് മാത്രം. എന്നിട്ട് പറയുന്ന എന്താ നിങ്ങള്, ഇയാളാണ് ഭയങ്കര കൃത്യനിഷ്ഠ ചെറുപ്പം മുതൽ തന്നെ ഡോക്ടർ ആയതുകൊണ്ട് കൃത്യസമയം 1:32 ചോറിലേക്ക് കറി വെക്കുണ്ടാവും. ഇത്ര കൃത്യം 1:32 ചോറിലേക്ക് കറി വെക്കും. വൈകുന്നേരം 4:10 ചായയും സമൂസയും, പരിശോധിക്കാനിരിക്കുന്ന സമയം 11 മണിക്കൂർ ഓറഞ്ച് ജ്യൂസ്, രാവിലെ കൃത്യമായി നാസ്ത. ഞങ്ങൾ കിട്ടുമ്പോൾ തിന്നുന്ന ആൾക്കാരാണ്. കാരണം പാട്ടമെടുക്കാൻ പോകുന്നവരും റിയൽ എസ്റ്റേറ്റുകാരുമാണ്. ഞങ്ങളോ അടിച്ചു മാറും. ഇവൻ അങ്ങനൊന്നും തിന്നൂല, ഇവനെ ഇറച്ചൊക്കെ തിന്നാണെങ്കിൽ 100 ഗ്രാമിന് താഴെ. എന്നിട്ട് ഇവർ പറയാൻ മെഡിക്കൽ സയൻസ് അത്ഭുതപ്പെടേണ്ടതാണ് ഇവനെ കുറിച്ച്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രമേൽ ശ്രദ്ധിച്ച ഇവന് മാത്രം ഷുഗർ. അപ്പ ഡോക്ടർ പറഞ്ഞു ഉസ്താദേ അത് അള്ളാന്റെ കഥ ആയിരിക്കും. എവിടെ മറുപടി കിട്ടാതിരുന്നാൽ പിന്നെ അള്ളാഹുവിന്റെ ഖദറെന്നോ, എവിടെയും മറുപടി ഇല്ലാതിരുന്നാൽ അള്ളാഹുവിന്റെ ഖദറെന്നോ. യാ അയ്യുഹല്ലദീന ആമനൂ, എവിടെയാണ് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പ്രഖ്യാപനം എത്രമേൽ പ്രസക്തമാണ്. മുഅ്മിനീങ്ങളെ, ആമിനൂ, നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ ശരിപ്പെടുത്തണേ. നിങ്ങൾ വിശ്വസിച്ചവരെ നിങ്ങൾ ഒന്നുകൂടെ വിശ്വാസം ശരിപ്പെടുത്തണേ. അള്ളാഹുവിന്റെ ഖദറ പുണ്യനബി അള്ളാഹു പട്ടിണി കിടത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ ജൂഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ. അള്ളാഹു സ്വത്ത് കുറച്ചിട്ട് നിങ്ങളെ പരീക്ഷിക്കാം. പുണ്യനബിയെ പരീക്ഷിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി. എന്തൊരു പരീക്ഷണം നിങ്ങൾ. മക്കയിൽ നിന്ന് ഓടിപ്പോയിട്ടോ മദീന മുനവ്വറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഇല്ലാത്തവരെന്ന് കൈപൊക്കിയാണ്? സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർ കൈപൊക്കിക്കോളൂ. അള്ളാഹുങ്ങൾക്കൊക്കെ നല്ല വീട് വെക്കാൻ ആവശ്യമായ ഭൂമി വാങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കാം, സ്വന്തം വാപ്പക്കോ ഉമ്മക്കോ ഒരു തുണ്ട് ഭൂമി പോലും അനന്തരമായി നിങ്ങൾക്ക് കിട്ടാനില്ലാത്തവരെന്ന് കൈപൊക്കി? ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യനെയും സമാധാനിപ്പിക്കാനാണല്ലോ അള്ളാഹു പരീക്ഷിച്ചത്. മക്കയിൽ നിന്ന് എല്ലാം വിട്ടേച്ചു പോവാൻ മദീന മുനവ്വറയിലേക്ക് അള്ളാന്റെ ഹബീബ് കാലെടുത്തു വെക്കുന്ന സമയത്തുള്ള സ്ഥിതിന്തരങ്ങള്, സ്വന്തം അധികാരത്തിൽപ്പെട്ട തന്റെ കാൽപാദം വെക്കാൻ പറ്റാവുന്ന ഒരു പിടി മണ്ണില്ലാതെയാണ് മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് എത്തിച്ചേരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദര? അങ്ങനെ അള്ളാന്റെ ഹബീബ് മദീനയിലേക്ക് എത്തിച്ചേരുന്നത്. പടച്ച റബ്ബ് അല്ലാഹു നമുക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരീക്ഷണം തന്നിട്ടാണ് അള്ളാഹു ഈമാൻ പുഴുക്കുത്തുള്ളതാണോ റെഡിയാണോ എന്ന് പടച്ച റബ്ബ് പരീക്ഷിക്കുന്നത്. അള്ളാഹ് നോക്കൽ അങ്ങനെ, അള്ളാഹു പരിശോധിക്കുന്നത് എങ്ങനെയാണ്? റബ്ബേ, യഥാർത്ഥ വിശ്വാസം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മനുഷ്യ ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞ അല്ലാഹു പരീക്ഷിക്കാനാണ്. 6 മക്കൾ മരിച്ചാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? 6 മക്കൾ മരിച്ചാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? 6 കുട്ടികൾ മരിച്ചവർ. അള്ളാഹുവിന്റെ ഹബീബിന് 7 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. 6 മക്കളും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൺമുമ്പിലാ മരിച്ചുപോയത്. അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുകയാണ് 6 മക്കളും മരിക്കുന്നത്. അതിൽ 5 മക്കളെ മയ്യിത്തും തന്റെ കൺമുമ്പിലാ ഖബറിലേക്ക് താഴ്ത്തി വെച്ചത്. റുഖിയ ബീവി റളിയല്ലാഹു അൻഹ ബദർ യുദ്ധത്തിനായി പുണ്യനബി തങ്ങൾ പോകുമ്പോൾ റുഖിയ ബീവി രോഗിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ വരണ്ട, റുഖിയ മോളെ സംരക്ഷിച്ചു തന്നോളൂ.
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടത്തുകയാണ്. തൗഹീദ് കി അമാനത് സീനോ മേ ഹേ ഹമാരെ ആസാൻ നഹീ മിഠാനാ നാമോ നിശാൻ ഹമാരാ. ബദറിന്റെ യുദ്ധം കഴിഞ്ഞ് സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ദുഃഖിതയായിരിക്കുകയാണ്. ചോദിച്ചു, ആയിഷ എന്തുണ്ട് റുഖിയ മോളുടെ വിവരം? അപ്പോഴാ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഇൻതഖലതി ഇലാ റഹ്മത്തില്ലാഹ്, റുഖിയ മോൾ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയില്ല നബിയെ, മരിച്ചുപോയില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എവിടെയാണ് റുഖിയ മോൾ? വീട്ടിലാണോ? ഏത് വീട്ടിലാണ്? അപ്പോഴാ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഖബറടക്കം ചെയ്യാനായി കൊണ്ടുപോയിട്ടുണ്ട്, ജന്നത്തുൽ ബഖീഇന്റെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ ബഖീഇലേക്ക് പോയി നോക്കുമ്പോ കാണുന്നത് എന്താ? പ്രിയമുള്ള പ്രവാസികളായ സഹോദരങ്ങളെ, എന്റെ വാപ്പ മരിച്ചിട്ട് എന്റെ വാപ്പാന്റെ മുഖം എനിക്ക് കാണാനും കഴിഞ്ഞില്ല, ഉമ്മാന്റെ മുഖം കാണാനും കഴിഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ മരിച്ചിട്ട് എനിക്ക് കാണാനും കഴിഞ്ഞില്ല, എന്റെ പെട്ടുപോൻ 8 വയസ്സുള്ള പൊന്നുമോൻ മരിച്ചിട്ട് എന്റെ കഫീൽ എന്നെ വിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തിന് കരയുന്നു എന്റെ സഹോദരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മുഖമൊന്ന് കാണാനുള്ള അവസരം അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു കൊടുത്തില്ല. പുണ്യ നബി ജന്നത്തുൽ ബഖീഇലേക്ക് ചെല്ലുമ്പോഴേ റുഖിയ മോളെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് സൈഡിൽ കല്ലെടുത്ത് വെച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞു മണ്ണ് വാരി ഇടുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് ചെന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, വനഖ്സിം മിനൽ അംവാലി വൽഅൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു നിങ്ങളെ പല രീതിയിലും പരീക്ഷിക്കാം. ഒരുപക്ഷെ ഞാൻ ഇന്നലെ മദീന മുനവ്വറയിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിരിയുമ്പോഴാണ് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞത്, ദ്വാരകണേ കഫീൽ പറയുന്നത് ഞാൻ എക്സിറ്റ് അടിക്കുമെന്നാണ്. ഞാൻ എക്സിറ്റ് എന്നിട്ട് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ ഞാൻ നാട്ടു പോയ എന്ത് ചെയ്യുന്ന ഒരു നിശ്ചയമില്ല, ബേജാറിനാണ്, കിട്ടുന്ന വേദിയിലൊക്കെ ദുആ ചെയ്യണമെന്ന്. ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്ന രീതിയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വബശ്ശിരിസ് സാബിരീൻ, ക്ഷമ കൈകൊള്ളുകയാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടെന്ന് പറയണേ. ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ക്ഷമിക്കുന്നു, എന്റെ റബ്ബിന്റെ ഭാഗത്തുനിന്നുള്ള ഖദാ അല്ലേ. ഒന്നൊരാൾ പറയുമ്പോൾ അയാളുടെ വിശ്വാസത്തിന് മാറ്റുകൂടുകയാണ്. നമ്മൾ പറയാ ഞാൻ മുസ്ലിമാണ്, എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ തലട്ട് തല്ലുക, ബേജാറാവുക, അങ്ങനെ അല്ലാവല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുക, ഇത് മുഅ്മിനിന്റെ ലക്ഷണമല്ല എന്ന് ഖുർആൻ. വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ടത് ക്ഷമിക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത് എന്താണ്? യഥാർത്ഥ വിശ്വാസിന്റെ അടയാളം എന്താണ്? ഞാൻ വേഗം കുറച്ച് കാര്യങ്ങൾക്ക് പറഞ്ഞുതരാണ്, എന്നിട്ട് നമ്മൾ വേഗം പിരിഞ്ഞു പോവാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിധിയായ ചില ഹദീസുകളാണ് ഞാൻ പറയാ. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ സദസ്സിനെ ദുആ കുദ്രമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ട സദസ്സാക്കി തരണേ റബ്ബേ. അപ്പൊ നമ്മൾ അങ്ങനെ എന്ത് പരീക്ഷണം വന്നാലും ഉടനെ നമ്മൾ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? അവർ പറയും ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. എന്താണ് ഇതിനർത്ഥം? ഞങ്ങൾ മരിച്ചു എന്ന് മാത്രമല്ല, നമ്മളിത് മരിക്കണ സമയത്ത് മാത്രം പറയണം നമ്മൾ വിചാരിച്ചത്. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ മാത്രം ഇത് പറയണമെന്നല്ല. ഏതൊരു മുസീബത്ത് വന്ന് പെട്ടാലും അറബി വിളിച്ചിട്ട് പറയാം, നിങ്ങളെ ഞാൻ 2 മാസം കൊണ്ട് നാട്ടിക്ക് കയറ്റാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടനെ അയാളെ മുമ്പെന്ന് പറയണ്ട, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മനസ്സിൽ പറയണം. മുമ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഭീതിപ്പെടുത്താൻ തോന്നിയിട്ട് ചിലപ്പോൾ പറയും, എന്നാ 2 മാസം ആക്കണ്ട, അപ്പൊ തന്നെ പോയിക്കോ. ഞാൻ പറയുന്നത് ഒരാളെ കാണിക്കുകയില്ല. അത് നമ്മളെ വിഷയം തന്നെ. നാട്യങ്ങളല്ല വിശ്വാസം, നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞത് ഖൽബിലാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ചുണ്ടുകൊണ്ടാണ് നമ്മളത് മന്ത്രിക്കേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് മുസീബത്ത് വന്നാലും നമ്മൾ പറയേണ്ടതാണ്, ഇത് പരീക്ഷണം വന്നാലും നമ്മൾ പറയേണ്ടതാണ്.
എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ റബ്ബിന്റെതാണ്, ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. മാത്രമല്ല ഈ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന് ഇങ്ങനൊരു അർത്ഥവും കൂടെ. എന്താ? അള്ളാഹു എന്താണോ ഈ പരീക്ഷണങ്ങൾ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്, ആ വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത്. ഏതാണ് ആ വഴി? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഖലാഇന്റെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഖലാഇനെ മറികടക്കാൻ കഴിയുമോ? മറികടക്കാൻ കഴിയും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം, പുണ്യനബിയുടെ വാക്കാണ്. നമ്മൾ ആമുഖമായി ഓതിവെച്ച ഹദീസാണ് സയ്യിദത്തിനാ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുഗ്നി ഹദറും മിൻ ഖദർ. ലാ യുഗ്നി ഹദറും മിൻ ഖദർ. ഒരാൾ സൂക്ഷിച്ചു എന്നത് അള്ളാഹുവിന്റെ ഖലാഇൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ചില ആൾക്കാർ പറയല്ലേ, ഞാൻ ഇപ്പൊ തന്നെ മധുര ഒഴിവാക്കിയാണ്, ഒരു 5 കൊല്ലം അങ്ങോട്ട് കണ്ടിട്ട്. ലാ യുഗ്നി ഹദറും മിൻ ഖദർ. അത് പറയില്ല, യുഗ്നി ഹദറും മിൻ ഖദർ. എത്രയോ പറഞ്ഞ ആളുകൾ എന്റെ മുമ്പിലുണ്ട്. ഒരു 5 കൊല്ലം അപ്പുറത്തേക്ക് കണ്ടിട്ട് ഞാൻ മധുരം കൂട്ടാറില്ല, എന്നാ കുറച്ചാട്ട് നീണ്ടു കിട്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ലാ യുഗ്നി ഹദറും മിൻ ഖദർ. സൂക്ഷിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഖലാ നിങ്ങളെ ബാധിക്കാതിരിക്കില്ല. എന്നിട്ടോ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. അള്ളാഹുവിന്റെ ഖലാഇലുള്ള പ്രയാസങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ ഖദറുകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ട് ആകാശത്തിന് ചുവട്ടിൽ. അത് ദുആയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചൊല്ലൂ നിങ്ങൾ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആത്മാർത്ഥമായി പടച്ച റബ്ബിലേക്കൊന്ന് കൈപൊക്കിയിട്ട്, പടച്ചോനെ ഈ വിഷയത്തിന് നല്ല പരിഹാരം തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആരെങ്കിലും ദ്വാരന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു. നമ്മൾ പറയാറുള്ളത് എന്താ? ഇന്നാലിന്റെ സാമ്പത്തിക വിചക്ഷണം പറഞ്ഞത് ഇത് കുറച്ചാണ് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. ഇന്നാലിന്റെ ആള് പറഞ്ഞത് ഇല്ല, ഇതൊരു 10 കൊല്ലം നീണ്ടു നിൽക്കുമെന്നാണ്. ലാ യുഗ്നി ഹദറും മിൻ ഖദർ എന്ന് പഠിപ്പിച്ച പുണ്യനബി തന്നെ പറയാൻ, ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. ഖലായിനെ മറികടക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇനി തിരിച്ചു വരൂ മറ്റേ ഹദീസിലേക്ക് തന്നെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നിട്ട് പറയാൻ, പുണ്യനബി തങ്ങൾ പറഞ്ഞതായി, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് സൂക്ഷിച്ചതുകൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ ബാധിച്ചിരിക്കുന്ന പരീക്ഷണങ്ങൾ ഉയർന്നു പോകാനും, വന്നിട്ടില്ലാത്തതിനെ തടഞ്ഞു വെക്കാനും ദുആ കൊണ്ട് കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട മുത്തുമണികളെ പോലെയുള്ള ചില ഹദീസുകളാണ് നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നത്. എന്റെ വക ഞാനൊന്നും പറയുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കും. അല്ലേ, ദുആ കൊണ്ട് പോലും കാട്ടിക്കൂട്ടുന്ന കാല. നാട്യങ്ങളില്ലാത്ത വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനകൾ പോലും കാട്ടിക്കൂട്ടലുകളാവുക, അതുപോലും സമൂഹത്തിനും സമുദായത്തിനും നേരെ പ്രയോഗിക്കുന്ന കാലമാവുക. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. പറയുങ്ങൾ അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. അതുപോലും പരസ്പര വിദ്വേഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന കാലമാവുക. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട കാലമാണിത്. ഞാൻ ആരെയും ആക്ഷേപിക്കുകയാണ് എന്ന് തോന്നരുത്. ആക്ഷേപം എന്റെ വഴിയേ അല്ല, മഹാനായ മൂസ അലൈഹിസ്സലാമിനെതിരായി ദുആ ചെയ്ത ഒരാളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ബൽഗമ ബിൻ ബാഗൂറ എന്ന് പറയുന്ന പണ്ഡിതനായിരുന്നു അയാൾ എന്ന് ഖുർആൻ തന്നെ, ഖുർആനിന്റെ മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. പടച്ച റബ്ബേ, അല്ലാഹുവേ, ദുആയെ നിന്റെ ഉമ്മത്തിനും നിന്റെ പുത്തുനബിയുടെ ഉമ്മത്തിനും സമുദായത്തിനും ദീനിനും ഒക്കെ ഗുണപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മുസ്ലിങ്ങൾ പരസ്പരം വിരോധത്തിന്റെ പേരിൽ പരസ്പരം എതിരായി ദുആ ചെയ്യുന്ന ഒരു കാലം, വിശ്വാസത്തിൽ മങ്ങലേറ്റുപോയ കാലമാണത്. വിശ്വാസത്തിൽ മങ്ങലേറ്റുപോകുന്ന കാലം. ദ്വാരക്കേണ്ടത് എങ്ങനെ, അത് പിന്നെ പറയണ്ടേ. നമ്മൾ ദ്വാ പല രീതിയിലും ദുആ ചെയ്യാം, അല്ലേ? നിസ്കാരത്തിൽ നമ്മൾ ദ്വാരക്കൽ എങ്ങനെ? നിസ്കാരത്തിലെ ദുആ എവിടെയല്ലേ? നിസ്കാരത്തിലെ ദുആ എവിടെയല്ലേ? തഹയ്യാത്ത് എവിടെയാണ്?
അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ സൗദിയിലില്ലേ ഫ്ലൈറ്റ് കയറി വന്നപ്പോ പോയോ അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റഫ്തു വമാ അലൻതു. അത്തഹിയ്യാത്തിന്റെ അവസാന ഭാഗത്താണ് ദുആ. ആ ദുആ നമ്മൾ ദുആർക്കണത് എങ്ങനെ? അതിന്റെ മുമ്പ് നമ്മൾ പറയണേ നിങ്ങൾ മിണ്ടില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളൊന്ന് ചിന്തിക്കൂ, എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണത് അങ്ങനെ പറഞ്ഞാൽ പോലെ. പിന്നെ ഇബ്രാഹിമിന്റെ പേരൂടെ എന്തിനാ പറയണേ? അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, നിസ്കരിക്കുന്ന ഓരോ മുസ്ലിമും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താ? മനുഷ്യ ചരിത്രത്തിൽ നിന്ന് കഴിഞ്ഞുപോയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് പറയുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ്. തെഞ്ഞില്ല. എന്താ നിസ്കാരം പഠിപ്പിക്കണ പാഠം? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ജീവിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരുടെ പേര് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നിസ്കാരത്തിൽ പോലും അങ്ങനെയുള്ള രണ്ട് മഹാന്മാരുടെ പേര് പറഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റഫ്തു വമാ അലൻതു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയ പാഠങ്ങളുണ്ട്. അതിൽ ദുആ ചെയ്യേണ്ടതിന്റെ കുറെ മര്യാദകളും രീതികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ദുആ പോലും മനുഷ്യൻ പരസ്പരം വിദ്വേഷത്തിനായി മുസ്ലിം ഉപയോഗപ്പെടുത്തുക, ദുആ ചെയ്യുന്നത് പോലും കളിയാക്കാനാവുക, ദുആ ചെയ്യുന്നത് പോലും പരസ്പരം കുത്തിവേദനിപ്പിക്കാനാവുക, വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വന്നുപെട്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ ഉയർന്നു പോകാനും വരാനിരിക്കുന്നത് തടഞ്ഞു വെക്കാനും ദുആ നല്ലതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇന്നൽ ബലാഅ ലയൻസിൽ, അല്ലാഹുവിന്റെ പരീക്ഷണം ഒരാൾക്ക് നേരെ എങ്ങനെ വരാൻ, ഒരടിമക്ക് നേരെ അള്ളാന്റെ പരീക്ഷണം അങ്ങനെ വരുന്നുണ്ട്. നാളെ രാവിലെയാകുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് ക്യാൻസറിന്റെ രോഗാണു കടന്നു കയറാനുള്ള സമയം അള്ളാഹു എന്നോ തീരുമാനിച്ച സമയമായിട്ടുണ്ട്. നാളെ രാവിലെ സുബൈ നിസ്കരിച്ച് ഇയാൾ പല്ലു തേച്ച് കട്ടൻ ചായ കുടിച്ച് കടി കഴിക്കുന്ന സമയത്താണ് ക്യാൻസറിന്റെ രോഗാണു ഇയാളുടെ ശരീരത്തിലേക്ക് കയറാൻ അള്ളാഹു തീരുമാനിച്ചു. അങ്ങനല്ലേ? 10 കൊല്ലോ 8 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുക. ആ സമയമാണ്. അതാണ് ഇന്നൽ ബലാഅ ലയൻസിൽ, അല്ലാഹു നിശ്ചയിച്ച പരീക്ഷണം ഇയാളോട് അടുത്തു വന്നിട്ടുണ്ട്. ഫയൽഖാഹു ദുആഉ, അപ്പോഴാണ് ഇയാൾ ദ്വാരക്കണത്, പഠിച്ചോനെ മാരകമായ ക്യാൻസർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുആയുടെ സദസ്സിൽ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തത് അള്ളാന്റെ ഹബീബ് പറയാണ് ഫയഅതലിജാനി ഇലാ യൗമിൽ ഖിയാമ. അപ്പൊ ഈ ദുആയും ഈ പരീക്ഷണവും തമ്മിൽ മൽപിടുത്തം നടത്തും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിശ്ചയിച്ച ഈ പരീക്ഷണം നിശ്ചയിച്ച മനുഷ്യനിലേക്ക് ആ പരീക്ഷണം വരില്ല. ദുആ അതിനെ മൽപിടുത്തം നടത്തി തള്ളിക്കളയും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പ്രധാനമാണ് പ്രാർത്ഥന, അത്രമേൽ പ്രധാനമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാൻ, ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആഉ വലാ യസീദു ഫിൽ ഉംരി വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു. ദുആ കൊണ്ട് ഖലാ തട്ടി നീങ്ങുന്നതാണ്. ഒരാൾ നന്മ ധാരാളം ചെയ്താൽ അയാൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നീ ശ്രദ്ധിച്ചോളൂ, ദ്വാരക്കണം എങ്ങനെ ദ്വാരക്കണ്ടി? ഒന്ന് രണ്ട് കാര്യം അത് സംബന്ധമായി. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മറ്റൊരു ഹദീസിന്റെ മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ നസലത് ബിഹി ഫാഖ, ഒരാൾക്കൊരു പ്രയാസോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ എന്തെങ്കിലുമൊക്കെ ഒരാൾക്കുണ്ടായി, ഫഅൻസലഹാ ബിന്നാസ്, എന്നിട്ടത് ജനങ്ങളിൽ അയാൾ ഇറക്കി വെച്ചു. എന്നാൽ ലം തുസദ്ദ ഫാഖതു, അയാളുടെ ആ പ്രയാസമോ ദാരിദ്ര്യമോ ഒരിക്കലും തീരൂല. വമൻ നസലത് ബിഹി ഫാഖ, ഒരാൾക്ക് ദാരിദ്ര്യമോ പ്രയാസമോ ഉണ്ടായി, ഫഅൻസലഹാ ബില്ലാഹ്, അത് തന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരാൾ ഇറക്കി വെച്ചാൽ, ഫയൂഷികുല്ലാഹു ലഹു ബിറിസ്ഖിൻ ആജിലിൻ ഔ ആജിൽ, ഒന്നുകിൽ അതിന് അള്ളാഹു ദുന്യാവിൽ തന്നെ പരിഹാരം കൊടുക്കും, ദുന്യാവിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇരട്ടി മധുരമായി അള്ളാഹു മഹ്ശറയിൽ അയാൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഒക്കെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളട്ടോ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറഞ്ഞു, ദഅവതു ദിന്നൂൻ, ദഅവതു ദിന്നൂൻ, ദിന്നൂനിന്റെ പ്രാർത്ഥന പുണ്യനബി എടുത്തു പറയാണ്. ദിന്നൂൻ ആരാൻ? മഹാനായ യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് അലൈഹിസ്സലാം അകപ്പെട്ട് കിടക്കെ. നിങ്ങൾ ആരെങ്കിലും കുടുംബക്കാരോ സുഹൃത്തുക്കളോ ജയിലിലുണ്ടെങ്കിൽ അള്ളാന്റെ പരീക്ഷണാണ്, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓലെടുത്ത് പോകുമ്പോ എന്താ പറയേണ്ടി അറിയോ? സാരല്ലടാ, 2 കൊല്ലം കഴിഞ്ഞാൽ പൊതുമാപ്പ് പെടുന്നു പറഞ്ഞതിന്റെ പുറമെ അതിനേക്കാളും മുമ്പ് നിങ്ങൾ പറയേണ്ട ഒരു വാക്കാണ്. ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖാമ ഉറൂബായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവരോടാ ഞാൻ ഈ പറയുന്നത്. ഇഖാമ ഉറൂബായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവരോട്. കഫീലുമാർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ അവരോട്. മാരകമായ രോഗങ്ങൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഭയപ്പെടുത്തിയിട്ടുണ്ടോ അവരോട്. എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായിരുന്ന സമയം ദുആ ചെയ്ത ആ ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലൻ മുസ്ലിമൻ, മുസ്ലിമായ ഏതൊരു മനുഷ്യരും ഈ ദിക്റ് ചൊല്ലിയിട്ട് ദുആ ചെയ്തു, ഫീ ഷൈഇൻ, അയാളെ ബാധിച്ച ഏതു കാര്യത്തിൽ ദുആ ചെയ്താലും, ഖത്തു ഇല്ലസ്തജാബ ലഹ്, അല്ലാഹു ആ ദുആക്ക് ഉത്തരം കൊടുത്തിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ഒരു ഉസ്താദ് എത്രയോ ദ്വാ സമ്മേളനത്തിൽ ഉസ്താമാരെ ചെലവിച്ച് ദ്വാരുന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഞമ്മക്ക് അതിന് വിചാരം എന്താ, എപ്പോ ദ്വാരുന്ന അവിടുന്ന് പോണതിന് മുമ്പ് കിട്ടണമെന്നാണ്. ഇപ്പൊ തന്നെ കിട്ടണമെന്നാണ്. അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകിയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നീ കേട്ടോളൂ, മറ്റൊന്ന് ഇമാം തുർമുദി ഉദ്ധരിച്ച മറ്റൊരു ഹദീസാണ്. അൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് പരീക്ഷണത്തിൽ ദുആ ചെയ്യാൻ പറ്റാവുന്ന ചില ദിക്റുകളും ദുആകളും ഒരുപാടുണ്ട്. ഞാൻ 2-3 പറയാം. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി, സമിഅ റജുലൻ യഖൂൽ, ഒരാൾ പറയുന്നത് കേട്ടു. റസൂൽ ഒരു വഴിക്കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് ദ്വാരക്ക, എന്താ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ദുആ ചെയ്യുന്നത്. വഖാല, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിൽ ഇസ്മില്ലദീ ഇദാ സുഇല ബിഹി യഅതാ, അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് തരുന്ന നാമം ഉച്ചരിച്ചാണല്ലോ നിങ്ങൾ ദുആ ചെയ്തത്. എന്താണ് പറഞ്ഞത്? ബിഅന്നക അൻതല്ലാഹുൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഏതിന്റെ ഭാഗാ? ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ഭാഗമാണത്. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പോലും, ഓതിയിട്ട് ദുആ ചെയ്താൽ പോലും ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്. കേട്ടോളൂ. എന്ന് അബൂമഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ദഅ ബിഹാ ഉലൈൽ കലിമാത്ത്, ഞാൻ ഇനി പറയുന്ന വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്താൽ, അൽ ഖംസ്, ഞാൻ ഇനി പറയുന്ന 5 വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ, ലം യസ്അലില്ലാഹ ശൈഅൻ ഇല്ലാ അതാ, എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പറയുന്ന 5 ദിക്റുകൾ ചൊല്ലി ഒരാൾ ദുആ ചെയ്താൽ, ഇല്ലാ അതാ, എന്ത് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുന്നു. വിശ്വാസം ഉണ്ടോ? ഉണ്ടെന്നില്ല. വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ വിശ്വാസികളാവും. അല്ലെങ്കിൽ നല്ല തലകെട്ടുണ്ട്, നല്ല കന്തൂറിയിട്ടാണ്, നാട്ടിൽ പോയ നല്ല ജുബ്ബുണ്ട്, എല്ലാ തുണിയാ, എല്ലാ ബനീനോ, എന്താ വയല് നല്ല ഉഷാറായി വയല് പറയും. ഖൽബിന്റെ അകത്ത് വിശ്വാസമില്ലേ? നിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് ഇസ്ലാം പറഞ്ഞത്. നീ യഥാർത്ഥ മുഅ്മിനല്ല. യാ അയ്യുഹല്ലദീന ആമനു, ആമിനു, നാട്യങ്ങളില്ലാത്ത വിശ്വാസമാകണേ നിങ്ങളുടെ വിശ്വാസമെന്ന്. നിങ്ങൾ കേൾക്കണേ, മഹാനായ ഒരു സ്വഹാബി പറയാണ്, ഹബീബായ റസൂലുള്ളാഹി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഞങ്ങളുടെ പോരുന്ന സമയത്ത് കുറെ മുമ്പ് നോക്കിയത്, അതുകൊണ്ട് അതിങ്ങനെ കുറെ മുമ്പ് നോക്കുമ്പോൾ മങ്ങിപ്പോവല്ലോ.
വരുമ്പോ തിരക്കിനെങ്കിൽ പെട്ടെന്ന് എത്തിപ്പിടിച്ച് നോക്കാൻ പറ്റിയില്ല. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്, അബൂദർ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും പുണ്യനബി ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. എന്താ ആ ദിക്ർ? റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ആ ദിവസം ഒന്നും സംഭവിക്കുകയില്ല. ഈ സ്വഹാബി പറയാൻ, ഞാൻ കാണാ പഠിച്ചു, എന്നത് ഞാൻ ചെല്ലും. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വീട് തീ കത്തുന്നുണ്ട്, നിങ്ങളുടെ വീട് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്വഹാബി പറയാ, ഞാൻ ഓലോട് പറഞ്ഞു, കത്തൂല, അങ്ങനെ ഉണ്ടാവൂല. ഇവര് പറഞ്ഞു, നിങ്ങളെന്ത് മനുഷ്യനാണ്, നിങ്ങളുടെ വീട് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓടിച്ചെന്ന് അണക്കണേ. അപ്പോഴും ഈ സ്വഹാബി പറയാ, ആ സ്വഹാബി ഇരുന്ന സ്ഥലത്ത് നിന്ന് പറയാ, അങ്ങനെ ഉണ്ടാവൂല. ഇവർ പറഞ്ഞു, നിങ്ങളെന്ത് മനുഷ്യനാണ്, വീടിപ്പോൾ കത്തിക്കരിഞ്ഞു പോകുമേ, അണക്കണേ. അയാൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടാവൂല. ഇവർക്ക് മനസ്സിലായി ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ സമയം കഴിഞ്ഞ് ഈ പറഞ്ഞ ആളുകൾ തന്നെ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള വീടുകളൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോട് വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെ വീട് തീ കത്തുന്നുണ്ട്, നിങ്ങൾ വേഗം പോയിട്ട് അത് അണക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ വീടിന്റെ അടുക്കലേക്ക് എത്തിയപ്പോഴേ തീ അണഞ്ഞുപോയി. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഇത് കേട്ടോരാകെ അത്ഭുതപ്പെട്ടു പോയി. തീ കത്തുണ്ട് വീട് എന്നുണ്ടാവുന്നത്, തീ കത്തൂല. നിങ്ങളെ വീടിന്റെ അടുത്തെത്തിയപ്പോ തീ കെട്ടുപോയി എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാം. ഇവര് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ ഏത് വാക്കിലാ അത്ഭുതപ്പെടേണ്ടത്? അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അത് എനിക്ക് അറിയാന്ന് പറഞ്ഞാലോ എന്ന് വെച്ചപ്പോ മൂപ്പര് പറഞ്ഞ വാക്കെന്താ അറിയങ്ങള്? മഹാനായ സ്വഹാബി പറയാണ്, എന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാലിന്ന ദിക്റെന്നെ പഠിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ചൊല്ലിയാൽ ആ ദിവസം നിങ്ങളെ യാതൊന്നും ബാധിക്കുകയില്ല എന്ന് എന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പുണ്യനബി പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറത്തൊന്നും സംഭവിക്കില്ല എന്നെനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ നിങ്ങൾ എന്നോട് വീട് കത്തുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ അതില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെയും കൂടാ ദിക്റ് ചൊല്ലിയിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് പോന്നത്. നിങ്ങൾ രണ്ടാമതെന്നോട് വന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ വീടിന്റെ അടുത്തെത്തിയപ്പോ തീ കെട്ടുപോയി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതെനിക്ക് നേരത്തെ അറിയാമെന്ന് അതെന്റെ മുത്തുനബി എന്നോട് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേൾക്കണേ, വളരെ പ്രധാനപ്പെട്ട. ടെൻഷനുള്ള ആളുകൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ? ടെൻഷന് ഗുളി അപ്പൊ അറിയില്ലല്ലേ? അതല്ല, വേറെ ആൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കൈകൊണ്ട് ആണിയും കാണിക്കണേ, ആരും ഇല്ലാത്തോലെന്നാ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ മാനസിക ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടോളിട്ടോ, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ്, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ദർദാ റളിയല്ലാഹുവിന്റെ ഭാര്യ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വഅള് ഭർത്താവ് ഭാര്യക്ക് പറഞ്ഞു കൊടുത്താ വീട്ടിൽ പോയിട്ട്. നമ്മൾ പറയല്ലോ ഇപ്പൊ നിങ്ങള് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുക. അത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളെ വാദം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം. അതിപ്പോ എന്നോട് മദീനത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, സാറേ എന്റെ മോളെ ബർത്ത്ഡേ ഇന്ന് കഴിഞ്ഞ ആഴ്ച, അവള് ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നൗഷാദ് ബാക്കി പുസ്തകന്റെ ഒരു വയലുണ്ട്, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, അതാണ് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എനിക്ക് എന്തെങ്കിലും അവകാശം പിടിച്ചു പറ്റുമെന്ന് തോന്നുമ്പോ അതൊക്കെ വയലിന്ന് കട്ട് ചെയ്തെടുത്തിട്ട്, എന്നാൽ അവൾക്ക് കൊടുക്കേണ്ട വല്ല അവകാശവും നമ്മളുടേത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ് ഉമ്മു ദർദാഇന്, പ്രിയപ്പെട്ടവളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല. ഇത് നിങ്ങളും കേൾക്കേണ്ടിയ. ആരാ ഉമ്മു ദർദാ? അബൂ ദർദാനെ കുറിച്ച് ഉമ്മു ദർദാ ഒരിക്കൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പരാതി? എന്നറിയോ? അബൂ ദർദാ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവനും നോമ്പാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലാണ് ആ പരാതി വന്നത്. അത് ഇവിടെ പറയൽ നല്ലതാന്ന് തോന്നി. കാരണം എന്താ, നിങ്ങൾ ഗൾഫുകാരായിട്ട് ബന്ധപ്പെട്ട പരാതിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, എന്റെ വിഷയം തീർന്നില്ല. നിങ്ങളുടെ ഗൾഫുമാരുമായി ബന്ധപ്പെട്ട പരാതിയാണ്. എന്താ? ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്, ഉമർ തങ്ങളെ, എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പ് നോൽക്കും. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപാടെ പറഞ്ഞു, ഔ നിഅമ സൗജു സൗജുക്കി, എന്റെ പുതിയാപ്പിളെ, എന്തൊരു നല്ല പുതിയാപ്പിളേടി. പെണ്ണിന് മനസ്സിലായി, ഉമർ തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഉടനെ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന സൗജി യഖൂമുൽ ലൈൽ വയസുമുൻ നഹാർ. എന്റെ ഭർത്താവ്
രാവ് മുഴുവൻ നിസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്യും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമ സൗജു സൗജിക്ക്, എന്റെ പുതിയാപ്പിളെ എന്തൊരു നല്ല പുതിയാപ്പിളേടി. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള നാണം കൊണ്ട് നേരെ പറയാൻ മടിയായിട്ടേ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. സാധു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി എന്താ വെച്ചാൽ അതാ വർത്താനം നേരെ പറയണമെന്ന്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ പിന്നെയും പറഞ്ഞു, മുദ്രത മഹാനവറുകളെ, എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കാരം പകൽ മുഴുവൻ നോമ്പുമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇതന്നെ പറഞ്ഞപ്പോ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ തങ്ങളെ, ആ പെണ്ണ് പറഞ്ഞത് അങ്ങനെയല്ല, പെണ്ണ് ഭർത്താവിനെ കുറിച്ച് പരാതിപ്പെടുകയാണ്. ഭർത്താവിനെ കുറിച്ച് പരാതിപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പരാതി? ഭർത്താവിന് എനിക്ക് കിട്ടില്ല എന്ന് പരാതിപ്പെടുകയാണ്. അതാണ് രാത്രി മുഴുവൻ നിസ്കരിക്കും പകൽ മുഴുവൻ നോമ്പ് നോൽക്കാണെന്ന് പറഞ്ഞേ. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കമാ ഫഹിംത കലാമഹാ, ആ പെണ്ണിന്റെ വർത്താനം മനസ്സിലായത് നിങ്ങൾക്കാണല്ലോ. ഫഖ്ലി ബൈനഹുമാ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്കിടയിലുള്ള പ്രശ്നം ഒന്ന് പരിഹരിക്കുന്ന. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭർത്താവിനെ കൊണ്ടുവരണം. ഭർത്താവിനെ കൊണ്ടുവന്നു. ഭർത്താവിനോട് പറഞ്ഞു, ഈ പെണ്ണ് നിന്റെ കാര്യത്തിൽ പരാതിപ്പെടുന്നുണ്ട്. ഉടനെ തന്നെ ആ ഭർത്താവ് ചോദിച്ചാൽ എന്താ അറിയോ, ചില ഗൾഫാരൊക്കെ നാട്ടിൽ വന്നാൽ ചോദിക്കണമായിരിക്കാം. എന്താ ചോദിച്ചേ? വല്ല തിന്നണ കാര്യത്തിലോ കുടിക്കണ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലേറ്റാണോ എന്ന് ചോദിച്ചു. അതാണ് ചോദിച്ചത് കഅബ് റളിയല്ലാഹു അൻഹുവിനോട്. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പാനീയത്തിന്റെയും കാര്യത്തിലല്ല, നിങ്ങൾ അവരുടെ കൂടെ തീരെ ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ പരാതി എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച കഅബ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയോട് പറഞ്ഞു. സ്വഹാബിയോട് പറഞ്ഞപാട് ഈ സ്വഹാബി അങ്ങ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ് രാത്രി ഉറങ്ങാതിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ എന്റെ ഉറക്ക് പോയി, പിന്നെ ഭാര്യയും കുട്ടികളൊന്നും ചിന്തയില്ലാതായി പോയി. അതുകൊണ്ട് ഞാൻ മഹ്ശറിൽ എങ്ങനെ രക്ഷപ്പെടേണ്ടെന്ന് കരുതിയിട്ട് രാത്രി ഞാൻ നിസ്കാരത്തിലായി പോകുന്നതാണ്, പകൽ ഞാൻ നോമ്പ് നോറ്റു പോകുന്നതാണ്. അപ്പോഴാണ് കഅബ് റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞത്. അതിന് കുഴപ്പമില്ല, ഒരാൾക്ക് എത്ര കല്യാണം കഴിക്കാം? നിങ്ങളൊന്നും ഉണ്ടാത്ത, നിങ്ങൾ അധികം ആളുകളെയും ഭാര്യമാര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞോളി. ഇനി ഉണ്ടെങ്കിൽ തന്നെ ബേക്കലുള്ളിൽ കേൾക്കൂല, മറയുണ്ട് അവിടെ, കാണൂല ആരാ പറഞ്ഞോന്നൊന്നും. 4 വിവാഹം കഴിക്കാം കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ 4-ൽ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഇതിനർത്ഥം. 3 ദിവസവും നിങ്ങൾ നിസ്കരിച്ചോളും, നോമ്പ് നോറ്റോളും. 4-ാം ദിവസം നിങ്ങൾ ഓരോ 4 കൂടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തുണ്ടാകണമെന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഞാനിത് പറയുമ്പോഴും ഞാൻ പറയാൻ യോഗ്യനാണോ നിങ്ങൾക്കറിയില്ല, പക്ഷെ നിങ്ങളെ മുമ്പിൽ പറയുമ്പോൾ യോഗ്യനാ നിങ്ങൾക്കറിയാം. കാരണം ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ വീട്ടിലെത്തും. അതുകൊണ്ട് പറഞ്ഞ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിലെത്താനും കഴിയും എന്നതുകൊണ്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞത് അപ്പോ അബൂദർദാ ഉമർ ദർദാന് ടെൻഷൻ ഉണ്ടെന്ന് ആർക്കറിയാം? അബൂദർദാ റളിയല്ലാഹു അൻഹു അറിയാം. അതുകൊണ്ട് അബൂദർദാ ഒരു ദിവസം പള്ളിയിൽ നടന്ന വയല് പോയി പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മദ്ദർദാഇനോട് പറഞ്ഞു, ഉമ്മദ്ദർദാഏ ഇദാ അസ്ബഹ, പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ഇദാ അസ്ബഹ വ അംസ, രാവിലെയും വൈകുന്നേരവും ഒരാൾ ഇനി പറയുന്ന ഈ വാക്കു പറഞ്ഞാൽ, ഖൽ പറഞ്ഞിട്ട് പറഞ്ഞാൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല, അലൈഹി തവക്കൽതു, എന്റെ എല്ലാ കാര്യവും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ അത്യുന്നതനായ അർശിന്റെ ഉടമസ്ഥനാണ്. ഈ ദിക്ർ ഒരാള് രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ എത്ര തവണ? 7 മർറാത്തിൻ, 7 തവണ ചൊല്ലിയാൽ കഫാഹുല്ലാഹു മാ അഹമ്മ, അയാൾക്ക് എന്ത് കാര്യത്തിലാണോ ടെൻഷൻ ഉള്ളത് ആ ടെൻഷൻ അല്ലാഹു നീക്കിത്തരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളട്ടെ മറ്റൊന്ന്, അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു, നമ്മളെ വിഷയം തീരൂല, അതുകൊണ്ട് ഞാൻ 1-2 കാര്യം പറഞ്ഞിട്ട് നമ്മൾ ദ്വാരന്നിട്ട് ഇൻഷാ അല്ലാഹ് വേഗം പിരിയാണ്. അല്ലാഹു സുബ്ഹാനഹു ഇനി കുറേ ഉണ്ട് പറയാൻ, ഭയങ്കരമായൊരു വിഷയമാണ്. നമ്മുടെ ഖൽബിൽ ഉറപ്പിക്കേണ്ട ചില കാര്യങ്ങളാണിത്. നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞ പുണ്യനബിയിൽ വിശ്വസിക്കാണ്, പിന്നെ എന്ത് ചെയ്യണം? റസൂലുള്ള പറഞ്ഞ മുഴുവനും വിശ്വസിക്കണം. അതിനാ വിശ്വാസം എന്ന് പറയാ. വിശ്വാസം ഹാഫ് ആവരുത്, പൗതി എവിടെയും പൗതി ഇവിടെയും. അതോ മംഗലാപുരത്ത് വരെ പോയിട്ട് ശരിയാവാത്ത കാര്യം അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് ശരിയാവാ? നിന്റെ വിശ്വാസം പൂർണ്ണല്ല. അത് എറണാകുളത്തുള്ള വലിയ ഡോക്ടർ വരെ നോക്കി കൈയൊഴിഞ്ഞതാണ്.
കൈയൊഴിഞ്ഞത് സുഖപ്പെടുത്താനും കഴിയുമെന്നല്ലേ അല്ലാഹു അയ്യൂബ് അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ചത്. ഡോക്ടർ പറഞ്ഞു കുട്ടികൾ ഉണ്ടാവില്ല, എല്ലാ ടെസ്റ്റും നടത്തിയ സാറേ ഇനിയിപ്പോ ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോ എന്നോട് അങ്ങനെ പറഞ്ഞു. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അയാളിനോട് പറയാം സാറേ എനിക്ക് 62 വയസ്സായി, കുട്ടികൾ ഉണ്ടായിട്ടില്ല, അതിന് നിങ്ങൾ ദ്വാരക്കണ്ട, കാരണം എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, 62 വയസ്സായി. നിങ്ങൾ ഇനി ദ്വാരക്കേണ്ടത് ഈമാൻ കിട്ടി മരിക്കാനും പറയരുതേ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് പ്രായമായി ജീവിതത്തിന്റെ സായം സന്ധിയിൽ പൊന്നമോനെ കൊടുത്തിട്ട് ഇബ്രാഹിം നബി പോലും ചോദിച്ചു പോയി റബ്ബിനോട്, പഠിച്ചോനെ എനിക്ക് കുട്ടികളോ? അപ്പൊ അള്ളാഹു പറഞ്ഞതെന്താ? അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക എന്നാണ് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ സദസ്സ് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. കേട്ടോളൂ, വളരെ നിധിയായി മറ്റൊരു ഹദീസ്, നിങ്ങൾക്കൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, എല്ലാ ദിവസത്തിന്റെയും രാവിലെയും എല്ലാ രാത്രിയുടെ തുടക്കത്തിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, ഇങ്ങനെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ ഒരാൾ പറഞ്ഞാൽ ഇതിലുണ്ടെന്ന് അറിയാം. നമ്മളെ വീട്ടിലെ ഉമ്മാരൊക്കെ രാത്രി എന്ന് ചെല്ലുന്ന ഒരു ഏടില്ല ദിക്കറിന്റെ, അതിലുണ്ട് ദിക്കർ 3 തവണ. അതുകൊണ്ട് ഓൽക്കൊരു ടെൻഷനും ഇല്ലല്ലോ. ഉണ്ടായിരുന്നോ? നിങ്ങൾ മിണ്ടില്ല, അവർക്ക് ടെൻഷൻ ഉണ്ടായോ? ഇല്ല. ഇപ്പൊ അടുത്ത് കുത്തിവെക്കൂല എന്നൊരു മാമ പറഞ്ഞല്ലോ, കേട്ടില്ല? നിങ്ങൾ വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എനിക്കൊരാൾ കാണിച്ചു തന്നു, ഒരു വയസ്സായ മാമ മലപ്പുറത്ത് പറഞ്ഞു ഞാൻ കുത്തിവെക്കൂലാണ്. അപ്പൊ ഇയാൾ ചോദിച്ചാൽ എന്താ കുത്തിവെക്കാത്തത്? അത് പറഞ്ഞു, അള്ളാഹ് നിശ്ചയിച്ച ആയുസ്സിൽ ഒരു സെക്കൻഡ് പോലും അപ്പുറത്തേക്ക് പോലെ. എന്താണ് ആ ഖൽബിന്റെ ദൃഢമായ ഈമാൻ? എന്താണ് ആ ഖൽബിന്റെ ദൃഢമായ ഈമാൻ? നിങ്ങൾ ഇനി വാട്സപ്പിലെ കൂടി വിട്ടിട്ട് നാട്ടിൽ വായ്പാക്കണ്ടേ? അയാൾ കുത്തിവെക്കൂല എന്ന് പറഞ്ഞാ ഞാൻ പറയാം നമ്മൾ എന്തെങ്കിലും രോഗമൊക്കെ വന്ന് മരിച്ചാൽ ഉടനെ ചോദിക്കണം കുത്തിവെച്ചോ ഇല്ലേ? ഇപ്പൊ നമ്മളും വേറൊരു കൗമും തമ്മിൽ വിശ്വാസത്തിലൊരു വ്യത്യാസമില്ലേ? നമ്മളും അവരെ പോലെ തന്നെയാണോ വിശ്വസിക്കുന്നത്? ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ എന്നത് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്റെ മൂക്ക് പനിച്ചുപ്പി ആഴ്ച ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ തന്നെ ചോദിച്ചോ കുത്തിവെച്ചോന്നാണത്ര. എന്റെ ഭാര്യ ഉള്ള സത്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു അർജന്റായി ചെയ്യണം. അപ്പൊ പറഞ്ഞു എനിക്കതിന് സമ്മതം തന്നിട്ടില്ല, മൂപ്പര് വരണോ അജ്ജ് വന്നിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് കളയണേ. നാട്ടിൽ കുഴപ്പമാവും. ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹ് നിശ്ചയിച്ച ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. അല്ലാഹ് തീരുമാനിച്ച സെക്കൻഡ് ഒരു നേരത്തെ നീ മരിക്കുകയുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാ രോഗങ്ങളെയും ഞങ്ങൾ അടക്കി വാണുവെന്ന് എങ്ങനെ പറയാൻ? ലോകത്തിൽ നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ 5-5.5 അടി പൊക്കമുള്ള മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ, ശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയത് എത്ര കൊല്ലായി? നിങ്ങൾ മിണ്ടില്ല, എത്ര കൊല്ലായി? 1000കണക്കിന് കൊല്ലമായി മനുഷ്യനെന്ന് ഉണ്ടായി. അന്ന് മുതലേ മനുഷ്യനെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് ഈ 5.5 അടി പൊക്കമുള്ള മനുഷ്യനെ കുറിച്ച് ഇത്ര 1000കണക്കിന് കൊല്ലം പഠിച്ചിട്ട് തീർന്നിട്ടില്ല. അവസാനം പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ. മനുഷ്യൻ അവസാനമാണ് ദൈവത്തോട് പറയാൻ പറഞ്ഞത്. അള്ളാഹു പറയാനല്ല, നിങ്ങൾ ആദ്യമേ അള്ളാഹുവിനോട് പറഞ്ഞോളൂ. ഹസ്ബി അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്കൊരു ടെൻഷനും പിടിപെടില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാ. പുണ്യനബി പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നൊരാൾ 3 മററാത്തിൻ 3 തവണ ചൊല്ലിയാൽ ഫയദുറഹു ശൈഉൻ അയാളെ വല്ലതും ബുദ്ധിമുട്ടിക്കുക എന്നത് ഉണ്ടാവില്ല എന്ന് പുണ്യനബി. ഉറക്കെ ചൊല്ലി സ്വലാത്ത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. പുണ്യനബി നമ്മുടെ ഖൽബിലേക്ക് ഇത് നിങ്ങൾക്ക് ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ഒരു കമ്മിറ്റി ജിദ്ദയിൽ സ്ഥാപിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന ദിക്റാണ്. എല്ലാവരും ഒന്ന് ചൊല്ലിയാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ
വഹുവസ് സമീഉൽ അലീം. ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചൊന്നാണ്. ഓരോ കൊല്ലം ഓരോ പനിയാണോ അല്ലേ? ഞാൻ ഈ കുത്തിവെക്കണം ഒരു ഡോക്ടറോട്, ഞാൻ ഫാമിലി ഡോക്ടറെ വെച്ച് കുത്തിവെക്കണം. അപ്പൊ അയാൾ എന്നോട് എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല ഉസ്താദേ ഇതിനെ പറ്റി, ഞാനിപ്പോ ഒരു അങ്കലാപ്പിലാണ് മൂപ്പരനോ. പിന്നെ ഞാൻ ചോദിച്ചു, സാറേ ഓരോ കൊല്ലം ഇങ്ങനെ ഓരോ പുതിയ പനി വരുമ്പോ ഓരോ പനിക്കും കുത്തിവെക്കേണ്ടി വരില്ലേ? അതൊരു ചോദ്യമാണെന്നല്ലോ. ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചു. ഒരു രക്തത്തിലേക്ക് ഏതെല്ലാം രോഗത്തിന്റെ മരുന്നുകളാണ് ഏതെല്ലാം രോഗത്തിന്റെ മരുന്നുകളാ കയറ്റിവിടേണ്ടത് സാറേ എന്ന് ചോദിച്ചപ്പോ എന്നോട് അതൊരു ചോദ്യമാണ്, അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. ഓരോ കൊല്ലം ഒരു പണി. തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് വയലിന് വേണ്ടി ചെന്നൊരു വീട്ടിൽ ചെറിയ നമ്മളെ സുഹൃത്താണ്. എന്നോടൊപ്പം പറഞ്ഞു, ഭാര്യ പടില്ല, ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യോ, ചായ കാച്ചാൻ എനിക്ക് അറിയില്ല, ഓള് വന്നിട്ട് നമുക്ക് കാച്ചു കുടിച്ചാൽ പോരുന്നത്. ഞാൻ പറഞ്ഞു ഒന്നും പ്രശ്നമില്ലാന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഭാര്യ ഇങ്ങോട്ട് പോയപ്പോ എന്നോട് കുട്ടികളായിട്ട് ജപ്പാൻ ജ്വരത്തിനെതിരെ കുത്തിവെക്കാൻ പോയതാണ്. ജപ്പാൻ ജ്വരം, പക്ഷിപ്പനി, പന്നിപ്പനിയെ കുറിച്ച് കോഴിക്കോട് നിന്ന് ഡോക്ടർ പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഹജ്ജ് ക്ലാസ്സിന് വേണ്ടി ആ കൊല്ലം പന്നിപ്പനിക്കെതിരെ കുത്തിവെച്ചിട്ട് അധികം ആൾക്കാരും വന്നത്. അയാളെ ഹജ്ജ്മാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാം, ഈ പന്നിപ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന് വരേണ്ട പനിയല്ല, പന്നിക്ക് വരേണ്ട പനിയാണ്. പന്നിപ്പനി പന്നിക്ക് കുറെ കാലമായി പനിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ പന്നിയുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ മനുഷ്യന്റെ ശരീരത്തിൽ കയറാറുണ്ടായിരുന്നില്ല. കാരണം പഴയ കാലത്തൊക്കെ മനുഷ്യന്മാരായിരുന്നു. ഇപ്പം മനുഷ്യനൊക്കെ പന്നിയായതുകൊണ്ട് പന്നിയുടെ ശരീരത്തിലുള്ള രോഗാണുക്കളൊക്കെ പന്നിയാകുന്ന മനുഷ്യന്റെ ശരീരത്തിൽ കയറിയതാണ്. ഞാൻ ആ ഡോക്ടർ, അയാൾ വയനാട്ടിലെ ആദ്യത്തെ ഡോക്ടർ, ഗവൺമെന്റ് നിശ്ചയിച്ച ആദ്യത്തെ ഡോക്ടറാണ് എന്ന് അയാൾ പറഞ്ഞു. ഞാൻ ആരാന്ന് പോയി അന്വേഷിച്ച അയാൾ സ്വീപ്പാക്കണ്ടേ? അയാൾ പറഞ്ഞതാണ്, ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തൊക്കെ പനിയാ? ഇപ്പൊ ഡിഫ്തീരിയ, ഓരോ പേരുകളാണ്. ശ്രദ്ധിക്കണേ, നമ്മളമ്മാര് ആ പഴയ ഏടെടുത്ത് ഓതണ ആ കാലത്തെ ഇതൊന്നുമില്ലേന്നു. ബിസ്മില്ലാഹില്ലദീ നമ്മൾ എന്ത് പറഞ്ഞു? അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോ ഓലത് മടക്കി വെച്ചിട്ട് പിന്നെ മീരാ ജാസ്മിനെ കാണാനിരുന്നു. പിന്നെ മീരാ ജാസ്മിന്റെ കമന്റുകളാണ് അവരുടെ ചുണ്ടിലുള്ളത്. പുണ്യനബിയുടെ കമന്റുകൾ അവർ മാറ്റിവെച്ചില്ലേ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നൊരാൾ രാവിലെയും വൈകുന്നേരവും 3 വട്ടം ചൊല്ലിയാൽ അയാൾ ഒന്നും പിടിപെടില്ല എന്ന് മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി കേൾക്കണ്ടങ്ങൾ ഇഞ്ഞ രസം. വകാന അബാനു ഖദ് അസാബഹു ഫാലജുൻ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബാനിന് ഒരു വാതരോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം തളർന്നു പോയി. ആര്?